സാർ, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സാർ. എന്റെ ദൈവമേ, ഇന്നൊരു പുതുമുഖ നായനെ കിട്ടിയില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എന്നെ ക്യാൻസൽ ചെയ്യുമെന്നാ പറഞ്ഞത്. ഇന്റർവ്യൂവിന് സമയമായിട്ട് ആരും വന്നില്ലല്ലോ. ഇനി ഇവിടെ എന്നെ കല്ലത്താക്കോ. രവി സിംഗപ്പൂർ. ഹലോ ഹലോ, രവി ഇവിടെ നോക്ക്. ഇതാരാ സംഭവം മനസ്സിലായല്ലോ? രവി സിംഗപ്പൂർ. രവി സിംഗപ്പൂരൊക്കെ ഓക്കെ. ഇവിടെ സംഭവം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഈ സിംഗപ്പൂരിലൊരു കലാകാരനാണ്. സിംഗപ്പൂരിലെ ഒരു കലാകാരനാണ്. അപ്പൊ ഇവിടെ ഒരു സിനിമ ഇവിടെ ഷൂട്ടിംഗ് വന്നു. അത് മനസ്സിലായി. പക്ഷെ തന്നെ കണ്ടിട്ടൊരു കലാകാരനെ തോന്നുന്നില്ലല്ലോ. എന്തോ തന്നെ കണ്ടിട്ടൊരു കലാകാരന്റെ ലുക്കില്ലല്ലോ. ഞാൻ കോട്ടയം അയ്യപ്പാസ് പോലെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂല എന്ന് തോന്നുന്നു. പക്ഷെ നിറച്ച് അതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സമയം മെനക്കെടുത്തത്. പ്രൊഡ്യൂസർ തലക്ക് ഭ്രാന്ത് പിടിച്ചോണ്ടിരിക്കണേ. അപ്പൊ എന്തെങ്കിലും നല്ല സംഭവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യോ ഇയാൾ? നിങ്ങൾ നായകനെ അന്വേഷിച്ച് നടക്കുകയാണോ? അതെ. കയ്യെത്താ ദൂരത്ത് കണ്ണെത്തൂല. എന്ത് കണ്ണെത്താ ദൂരത്ത് ഇവന്റെ കയ്യെത്തൂല. എടോ, താൻ തലക്ക് ഭ്രാന്ത് പിടിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. ഒരു നല്ലൊരു കലാകാരൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നിനക്കൊന്നും കൈയെത്തണില്ലല്ലേ നായകനാക്കാൻ? ഏത് കലാകാരൻ? ഒന്ന് കൈയെത്തിച്ച് നോക്ക്. കൈയെത്തിക്കണോന്നാ? എത്തിച്ചു. വേറെ കൈയില്ലേ? വേറെ കൈ. ഈ കൈ അതെ എത്തിച്ചടോ. ഇങ്ങനെ എത്തിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ എത്തിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഇങ്ങനെ? നീ കേട്ടോ. എടോ, തന്നെ കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കലാകാരന്റെ ലുക്കിൽ ഇനി എനിക്ക് എടുത്ത് കാണിച്ചു തന്നെ എന്തെങ്കിലും സംഭവം ആണല്ലേ? എന്തെങ്കിലും കഴിവ് നിങ്ങൾ കാണിച്ചു തന്നെ. ഞാൻ കുറെ മിമിക്രി പഠിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിൽ കയറാൻ വേണ്ടി കുറെ മിമിക്രി ഞാൻ പഠിച്ചു. മിമിക്രി മതി. മിമിക്രി എന്നല്ല ഇപ്പൊ സിനിമയിലേക്ക് കയറുന്നത്. ആണല്ലേ? അപ്പൊ താൻ 2 നമ്പർ എന്തെങ്കിലും നല്ല സംഭവം വെറൈറ്റി ചെയ്ത് കഴിഞ്ഞാൽ താൻ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് മിമിക്രി ശകലങ്ങൾ കാണിക്കാം. ഓക്കെ. അതിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നായകനാക്കുമല്ലോ. തീർച്ചയായിട്ടും എടുത്തോളാം. താൻ ധൈര്യമായിട്ട് കാണിച്ചു. ആദ്യമായിട്ട് ഒരു ട്രെയിൻ ഞാൻ ഓടിക്കാം. ട്രെയിൻ കുറെ പേര് ചെയ്തതാണ്, എങ്കിലും നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഒരു വെറൈറ്റി ട്രെയിനാണ്. ഓക്കെ. വളരെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച ഒരു താൻ ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ വേണം. സിംഗപ്പൂർ രവി സിംഗപ്പൂർ. ഞാൻ നായകനായിക്കേണ്ട സിംഗപ്പൂരിന്റെ അഭിമാനമാണ്. ട്രെയിൻ എടുക്കണോ? അതെ, ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് നാട്ടുകാരിൽ നിന്ന് സോപ്പിടേണ്ടത്. ഇച്ചിരി പഴകിയ ട്രെയിൻ, അതുകൊണ്ട്. എന്റെ തട്ടോ. എന്റെ രവി ട്രെയിൻ കലക്കി. കൈകൊട്. എനിക്ക് ട്രെയിൻ ഓക്കെ. പക്ഷെ ഇനി വേറെ വല്ല വെറൈറ്റി സംഭവം കാണിക്കും. അടിപൊളി വെറൈറ്റിയാണ്. ഉഗ്രൻ. ഞാൻ ഈ അടുത്ത് പഠിച്ചേ ഉള്ളൂ. ഒരു ഉഗ്രൻ വെറൈറ്റിയാണ്. ജീവിതത്തിൽ ലോകത്ത് ആരും കാണിക്കാത്തൊരു. ഒന്ന് കാണിക്ക് ട്രെയിൻ ഓക്കെ. ഇനി അതുപോലത്തെ വേറെ വെറൈറ്റി. ഈ ട്രെയിൻ തന്നെ ഒരു ഗുഹയെ കൂടി പോകുന്നു. ട്രെയിൻ ഗുഹയെ കൂടി പോകുന്ന ശബ്ദം. ഈ ട്രെയിൻ ഗുഹയെ കൂടി പോകും. ഓക്കെ, അത് കേക്കട്ടെ. ട്രെയിൻ ഗുഹയെ കൂടി പോകുന്നു. ഈ പഴകിയതാണെന്ന് പറഞ്ഞത് എടുത്തോ. ട്രെയിൻ ഗുഹയെ കൂടി പോകുന്നു. അതെ, ഒരു കാര്യം, ഈ ഗുഹ എന്ന് പറഞ്ഞ തിരക്ക്. അതെ, ഇനി ട്രെയിനിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ കയറിയെന്നറിയാൻ വേണ്ടി ഗുഹ ഓക്കെ, ട്രെയിൻ ഓക്കെ. ഇനി വേറെ വല്ല സംഭവം കാണിക്കാൻ പറ്റും? അടിപൊളി സംഭവമാണ്. ഏത്? ഇത് ഗുഹ പോലെയല്ല, ഉഗ്ര സംഭവമാണ്. വളരെ അടിപൊളിയായ ഒരു സംഭവമാണ്. എന്റെ ഈ ട്രെയിൻ ഒരു ഇരുമ്പ് പാലത്തിൽ കൂടി പോകുന്നു. ട്രെയിൻ ഇരുമ്പ് പാലത്തിൽ കൂടി പോകുമ്പോൾ ഒരു പ്രത്യേകം. കേക്കട്ടെ. വേണ്ട, ചൂളം വേണ്ട. എടോ, ട്രെയിൻ വിട്, ഇരുമ്പ് പാലത്തേക്ക് വിട്. കേക്കട്ടെ. ഇരുമ്പ് പാലം. ഗുഹയെ കൂടി പോകുമ്പോ ഗുഹ ഇരുമ്പ് വേണ്ട, ഒന്നും ചെയ്യേണ്ടത്. താൻ ഏതെങ്കിലും ഒരു സിനിമ നടന്റെ ശബ്ദം കൊടുക്കാൻ പറ്റുമോ? സിനിമ നടൻ ശ്രീമാൻ എത്രയോ മലയാള സിനിമയിൽ മോഹൻലാൽ, സുരേഷ് ഗോപിക്ക് KP ഉമ്മർ തന്നെ കയറി പിടിച്ചത്. സിനിമാ നടൻ ഉമ്മറിന്റെ ശബ്ദം എടുക്കാം. ഉമ്മർ എടുക്കാൻ കാര്യം, അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട സംഘത്തിൽപ്പെട്ട ആളാണ്. എന്ത് സംഘം? മറ്റേ സംഘം. ഏത്? ബലാൽ സംഘം. ഓക്കെ, KP ഉമ്മർ എടുത്തോ. പേര് മറക്കണ്ട, രവി സിംഗപ്പൂർ. KP ഉമ്മർ മൂളുള്ളത് അതുകൊണ്ടാണ്. എടുത്തോ. KP ഉമ്മർ ഓക്കെ. ശോഭേ, എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ സാരി വാങ്ങിച്ചു തരും. അങ്ങനെ കുറെ സംഭവം കാണിച്ചു. ഉമ്മർ ഓക്കെ. ഇനി ഇതുപോലുള്ള സ്റ്റാറുകൾ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആണല്ലേ?
അപ്പൊ ഇത് തന്നെ വേറൊരു സംഭവം ഞാൻ ചെയ്യാം. വെറൈറ്റി ആയിരിക്കണം. ഈ KP ഉമ്മർ തന്നെ ആ ഒരു ഗുഹയിൽ കൂടി എന്ത് പറഞ്ഞാലും ഒരു ഗുഹ അല്ല, അത് വേണ്ട, അത് വേണ്ട, വിട്ട്. ഗുഹ വേണ്ട, വേറൊരു അടിപൊളി സംഭവം. അടി കിട്ടിയപ്പോ variety KP ഉമ്മർ ഇരുമ്പ് പാലത്തെ കൂടി നടന്നു പോകും. എന്റെ ദൈവമേ, ഞാൻ ഇവന് കഴിവുള്ള കലാകാരനാണെന്ന് ഞാൻ വിചാരിച്ചത്. താൻ പോകണമെന്ന്. പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നെ എടുത്തില്ലെങ്കിലും വേണ്ട, എന്റെ അനിയൻ വന്ന് നിൽക്കുന്നുണ്ട്, നല്ല കലാകാരനാണ്, ശശി സിംഗപ്പൂർ. എടോ, രവി സിംഗപ്പൂരിനെ തന്നെ ഞാൻ സഹിച്ചാണ്. അനിയൻ വല്ലതും ചെയ്യുവോ? നന്നായിട്ട് മോഹൻലാലിനെ കാണിക്കും. മോഹൻലാലിനെ. എടോ, മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചത്. അങ്ങനെ പറയുന്നു. മോഹൻലാലിനെ പോലെ ഇരിക്കണം. എടോ, അപ്പനെ വിളിതാൻ. വിളിക്കട്ടെ? ശശി സിംഗപ്പൂർ. ശശി സിംഗപ്പൂർ. ഇതാണ് ശശി സിംഗപ്പൂർ. ഇന്റർവ്യൂവിന് വന്നതാ. ഇന്റർവ്യൂ. നീ മോഹൻലാലിനെ പോലെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സാറിന് മോഹൻലാലിനെ കാണണം. അയ്യോ, ശബ്ദമൊക്കെ മോഹൻലാലിനെ കാണണം. പഴയ മോഹൻലാല് വേണോ, പുതിയ മോഹൻലാല് വേണോ? എന്റെ മോനെ, ശബ്ദമൊക്കെ നീ പഴയതാ പുതിയത് എന്ത് കാണിച്ചാലും ഞാൻ ഓക്കെ. ഓക്കെ, എന്നാ ഇന്നാ പിടിച്ചോ. ഇവൻ ചേട്ടനെ പോലെയല്ല. അതേ മോഹൻലാൽ. ഇവനെന്താ ഈ പട്ടി മുള്ളാൻ പോണ പോലെ നിൽക്കുന്ന? എന്താണ് പട്ടി മുള്ളാൻ? അത് മോഹൻലാലിന്റെ ട്രേഡ് മാർക്കാണ്. മോനെ, നിന്റെ ഡാൻസും മോഹൻലാലിന്റെ ഫിഗറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു മോഹൻലാൽ മാത്രം പോരാ നമുക്ക് സിനിമയിൽ കയറാൻ. സിനിമയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെറൈറ്റി നമ്പറുകൾ വേണം. നിനക്ക് എന്തെങ്കിലും വെറൈറ്റി കാണിക്കാൻ പറ്റുമോ? സാറേ, ഞാനേ ഈ സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ സിനിമാ നടന്മാരുടെ ശബ്ദം വെറൈറ്റി ഇറങ്ങി പോരാടുന്നു. പിന്നെ കൊച്ചു പിള്ളേര് വരെ എടുക്കുന്നു സിനിമാ നടന്മാരുടെ ശബ്ദം. അതൊന്നും വേണ്ട. ഈ സിനിമയിൽ പാട്ട് പാടുന്ന പിന്നണി കേൾക്കരില്ലേ, അവരുടെ ശബ്ദത്തിൽ ഞാൻ പാട്ട് പാടാം. അതും കുറെ പേര് ചെയ്തു പോയി. അതല്ലാതെ സാർ, ഇതിൽ വെറൈറ്റി ഉണ്ട്. അതായത് ഈ പിന്നണിക്കാരുടെ ശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലേക്ക് ഒരു മോർഫിംഗ്. അത് വെറൈറ്റി. പിന്നണിക്കാരുടെ ശബ്ദത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലേക്ക് ഒരു മോർഫിംഗ്. ഓക്കെ, ഏറ്റവും ആദ്യം നീ ഏത് പിന്നണിക്കാരൻ? ആദ്യം ഞാൻ പാടാൻ പോകുന്നത് പുതുമുഖ ഗായകൻ അസ്പൽ. ഗായകന്റെ പേരെന്താ പറഞ്ഞത്? അസ്പൽ. എടാ പൊട്ട, അസ്പൽ അല്ല, അൽപസ് അല്ലല്ലോ, അർസൽ. അഫ്സലിന്റെ പാട്ടിൽ നീ എങ്ങോട്ട് പോകും? അഫ്സലിന്റെ പാട്ടിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐസ്ക്രീം മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, കേക്കട്ടെ. അഫ്സലിന്റെ പാട്ടിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി. ചിരിമണിമുല്ലേ, ചിത്തിരമുല്ലേ, സുഖമല്ലേ, സുന്ദരി മുല്ലേ, ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ. ചെല്ലനിലാവെ കളി പറയാതെ, കരിവണ്ടെ കൊതിമൂടാതെ, മധുവിതിരാവിലെല്ലാം പണ്ട് പതിവാണല്ലേ. കണ്ണിനകൾ കടുക് വറുക്കണ സുഖമാണല്ലോ, കവിളിണകൾ ചോന്നു തുടിക്കണ പതിവാണല്ലോ. ഒരു മുത്തം കൂടി പറയുവതെന്തിന് ഞാൻ സ്നേഹം തൊട്ട് തരുമോ, കനവിൽ മുട്ടി നീ വരുമോ. കുഞ്ഞാലിക്കുട്ടി വന്നില്ലല്ലോ. ചിരിമണി മുല്ലേ, ചിത്തിരമുല്ലേ, സുഖമല്ലേ, സുന്ദരി മുല്ലേ, ചെല്ലതിലാവി ചുംബനമേൽക്കാൻ സുഖമാണല്ലല്ലല്ലല്ലല്ലല്ലല്ല. ഉണ്ട്. അനക്കെതിരായിട്ട് ഇതിനു മുമ്പും പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ രാജിവെക്കുക. ഓള് വ്യക്തമായിട്ട് പറഞ്ഞു ഓള് കഴിച്ചത് ജോയ് ഐസ്ക്രീം ആണെന്ന്. അപ്പോ തെറ്റുകാരൻ ജോയ് അല്ലേ, ഓൺ ചെയ്ത തെറ്റിന് അന്റെ മേത്തോട്ട കയറുക. സൂപ്പർ. അഫ്സലൊക്കെ കുഞ്ഞാലിക്കുട്ടി. ഈ നമ്മുടെ ഈ അഫ്സലിനെ നമുക്ക് ഗുഹയിൽ കൂടി ഒന്ന് മോനെ, ഇനി എന്ത് വെറൈറ്റി? ഇനി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ശബ്ദത്തിലേക്ക്. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി. ഓക്കെ, കേക്കട്ടെ. ഗുഹയിൽ കൂടി ഓക്കെ. ഹൃദയവും ഉണരു നീ നിമിഷമായി, പതിവായാരോ മൂടുന്നില്ലേ ചെവിയിലായി,
മതിയെന്നാരോ ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും കൊതിക്കുന്നു വീണ്ടും വീണ്ടും കടക്കണ്ണിലാരോ സൂര്യനാളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ബഹുദൂരമെന്ന പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയ നടക്കില്ല. ഇനി വല്ല പറയിക്കട്ടെ. ഈ വിനീത് ശ്രീനിവാസനെ ഇരുമ്പാലത്തിൽ കൂടി വിടാനായിരിക്കും. അല്ല ഗുഹയെക്കുട്ടി തന്നെ വിടാം. ഇനി അടുത്ത വെറൈറ്റി, അതായത് അനിൽ പനച്ചൂരാന്റെ ശബ്ദത്തിൽ നിന്നും മുരളീധരൻ, അവിടെ നിന്നും കരുണാകരൻ സാറിന്റെ ശബ്ദം. അനിൽ പനച്ചൂരാൽ നിന്ന് മുരളീധരൻ, അവിടെ നിന്ന് കരുണാകരൻ. ഓക്കെ കേക്കട്ടെ കേക്കട്ടെ. ഓക്കെ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അതെ, ഞാനും എൻ്റെ അച്ഛനും കൂടി ചോര നീരാക്കി ഉണ്ടാക്കിയ പാർട്ടിയാണ് DIC. DIC എന്ന് പറഞ്ഞാൽ അറിയാലോ, കോൺഗ്രസ്സുകാരുടെ നിരന്തരമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ഡിസ്റ്റർബ് ഇൻ കോൺഗ്രസ്, DIC. എന്നിട്ടിപ്പോ അച്ഛൻ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. നാണവും മാനവുമുള്ള ആളുകൾക്ക് പറഞ്ഞ പണിയാണോ അച്ഛൻ ഈ കാണിക്കുന്നത്? അച്ഛന്റെ ഈ നടപടിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് തീ പാറുന്ന കണ്ണുകളോടുകൂടി അച്ഛന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അച്ഛൻ പോയാൽ ഞാനും വരും. പക്ഷെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? നാളെ എന്നതില്ല, നമ്മൾ ഇന്നു തന്നെ നേടണം. പാൽവഴിയിലൂടെ അമരറാലികൾ നടത്തണം. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. കസേര എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ. നമുക്ക് സ്വപ്നമൊന്നു തന്നെ അന്നും ഇന്നും എന്നുമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ, യു ആർ സെലക്ടഡ്. ഈ മുരളീനെ നമുക്ക് ഇരുമ്പ് പാലത്തിൽ വിട്ടാൽ ഇയാളെ കൊണ്ട് ഈ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വേണ്ട സാർ, ആ ഒരു കാര്യം ഞാൻ പറയാം. താനിപ്പോ എന്തായാലും ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടമായി. Thank you. പക്ഷെ വേറൊരു കാര്യമുണ്ട്, തന്നെ ഞാൻ ഈ സിനിമയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഉവ്വ. പക്ഷെ ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഒരു പാലുവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ട്. പാലോ? ഇവിടെ പറഞ്ഞു തരാം. ഈ മലയാളത്തിൽ നായികമാര് മിമിക്രിക്കാരുടെ പുറകെ ഉവ്വ. ജയറാമാരും കല്യാണം കഴിച്ചേക്കുന്നു. ജയറാം പാർവതി എന്താ കാര്യം? മിമിക്രി. ദിലീപാരെ കല്യാണം കഴിച്ചേക്കുന്നു. മഞ്ജു വാര്യർ എന്താ കാര്യം? മിമിക്രി. അപ്പൊ ഈ മിമിക്രി അറിയാവുന്നവരോട് ഒരു അട്രാക്ഷൻ അവർക്കുണ്ട്. അതുകൊണ്ട് 2 നമ്പർ മിമിക്രി എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാം. മിമിക്രി ഞാൻ പഠിപ്പിച്ചു. ഓ സാറിന് എന്താണ് പഠിക്കേണ്ടത് പറഞ്ഞു? എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തും പഠിപ്പിച്ചു തരും. എന്തും പഠിപ്പിച്ചു ആണോ? എങ്കിലും എനിക്ക് ഈ പഴയ നടന്നൊരു സത്യം മാഷെ പഠിച്ചാൽ കൊള്ളാം. സത്യം മാഷ്. സത്യം മാഷ് ഇത് പിടിച്ചേ. സത്യം മാഷ് എന്റെ പെണ്ണ് സാറ് ഒരു പണിയില്ലാണ്ട് വീട്ടിൽ വെറുതെ കുത്തിരുന്നപ്പോ ഞാൻ പഠിച്ച സാധനമാണ് സത്യം മാഷ്. സത്യം മാഷിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ചോ. അതായത് ഞാൻ വെറുതെ ഇരുന്നപ്പോ ചൂണ്ടിടാൻ പോയി. കറക്റ്റ് സത്യമാഷിന്റെ ആക്ഷൻ അല്ലേ? എങ്ങനെ? അതായത് നമ്മൾ ചൂണ്ടെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. ചൂണ്ടെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു. കണ്ട? അപ്പൊ പിന്നെ ഇര കൊളത്തണം. ഇര കുറക്കണം. എന്തരേ? ഞാഞ്ഞോള്. അയ്യേ. കണ്ട? അപ്പൊ തന്നെ പോകുമ്പോ അയ്യേ കണ്ട? കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഈ കൈ തളരും. അപ്പൊ ഇങ്ങനെ അളിക്ക് വെക്കുക. ഇങ്ങനെ കണ്ട? കറക്റ്റ് സത്യമായില്ലേ? ഇനി മീൻ ഇങ്ങനെ ചൂണ്ടയിൽ പിടിക്കുമ്പോ മീൻ കൊത്തൂല്ലേ? അപ്പൊ കണ്ട? വലിയ വലിയ സ്രാവൊക്കെ കൊത്തുമ്പോ അമ്മേ 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 കണ്ട? ചൂണ്ടിട്ട് പഠിച്ച സത്യം നിസ്സാര സംഭവം. സിമ്പിൾ. ലാലുലക്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്മോൾ അടിക്കാറുണ്ട്. സ്മോൾ ഇന്നലെ അടിച്ച് വാളും വെച്ച്. സ്മോൾ അടിച്ച് വാളും വെച്ച എങ്ങനെ വാളും വെച്ചത്? അത് തന്നെയാണ് ലാലുലക്സും. പേഴ്സണലായിട്ട് വാള് വെച്ച് പഠിച്ചാൽ ഇനിയിപ്പോ നമ്മുടെ സുരേഷ് ഗോപിനെ ഒന്ന്. സുരേഷ് ഗോപിക്ക് വേറെ വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും. സുരേഷ് ഗോപി ഔട്ടായി പോയില്ല. ഓക്കെ, എന്നാലും നമ്മുടെ ഷൂട്ടിംഗ് നടക്കണ മദ്രാസിൽ വെച്ചായിരിക്കും. മദ്രാസിലെ സൂപ്പർ സ്റ്റാർ ആരെങ്കിലും? രജനീകാന്തിനെ പഠിക്കാം. രജനീകാന്തിനെ. എങ്ങനെയാണ്? അതായത് ചാണം വീട്ടിലുണ്ടോ? ചാണം ചവിട്ടിയ കറക്റ്റ് രജനീകാന്ത് ആവൂല്ലേ? അതായത് ഞാൻ അവിടെ നിങ്ങൾ നടന്നു വരുമ്പോ ചാണ എന്ന് പറയണം. അപ്പൊ ഞാൻ രജനീകാന്തിന്റെ കറക്റ്റ് ആക്ഷൻ വരും. ഓക്കെ, ഞാൻ ചാണകം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. എടോ, അയാൾ നടന്നു വരുമ്പോ ഞാൻ ചാണകം എന്ന് പറഞ്ഞാൽ പോരെ? ഓക്കെ ഓക്കെ ഓക്കെ. ചാണകം 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 ചാണകം.
സിമ്പിൾ. ചാണകം എന്ന് പറഞ്ഞ കറക്റ്റ് രജനന്തോ. പിന്നെ അതിന് മുമ്പ് പറയണം, ചാണകം ചവിട്ടിപ്പോയ പ്രേം നസീർ ആയി പോകും. ചാണകം ചവിട്ടിപ്പോയ പ്രേം നസീർ അതെങ്ങനെയാണ്? ഞാൻ വരുമ്പോ ചാണകം ചവിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ചാണകം ചവിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. അയ്യോ, ചാണകം ചവിട്ടിപ്പോയി. ചവിട്ടി, സത്യമായിട്ട് ചവിട്ടി. കണ്ടാ, ഇനി ചാണകം കളയാൻ വേണ്ടി ഒരു ആക്ഷൻ ഉണ്ട്. എങ്ങനെ? അതാണ് കറക്റ്റ് പ്രേം നസീറിന്റെ. എങ്ങനെ? നോക്കിയോ? പുല്ലിന് തേച്ച് കളയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ ഓക്കെ. സിമ്പിൾ സിമ്പിൾ. ഇനി വേറെ എന്തെങ്കിലും കലാരൂപം ചേട്ടൻ അനിയനോ കാണിക്കണ്ടോ? ഈ പ്രേം നസീറിനെ നമുക്കേ ഗുഹയെ കൂടി വിടാൻ വേണ്ട. അല്ല, രണ്ടെണ്ണം വിടാൻ ചവിട്ടി ഞാൻ. അതെ, വേറെ സംഭവം ഉണ്ട്. അതായത് സാറേ, ഞാൻ ഈ ചെണ്ടമേളത്തിന്റെ ആളാണ്. ചെണ്ടമേളം. ചെണ്ടമേളം. ചെണ്ടമേളം എങ്ങനെയാണ് സംഭവം? ചെണ്ടമേളം എന്ന് പറഞ്ഞ ഈ മറ്റേ സാധനമല്ലോ എന്താ പറഞ്ഞ ചിങ്കാരിമേളം. ചിങ്കാരിമേളം. ചിങ്കാരിമേളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിങ്കാരിമേളം കണ്ടുപിടിച്ച ആരാ? ആരാ? ഞാൻ. അങ്ങനെ പറയരുത്. നമ്മ രണ്ടും കൂടി ശിങ്കാരി മേളം കണ്ടുപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഉത്സവപ്പറമ്പ് കപ്പലിനെ ഞങ്ങളാണ്. അതെ അതെ. അതെങ്ങനെയാണ്? അതായത് ഞങ്ങൾ ഈ പരിപാടി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ജിമിക്കും കമ്മലും മേടിച്ചോണ്ട് അവിടെ പണയം വെക്കാൻ ചെന്നു. പണയം വെക്കാൻ ചെന്നപ്പം അയാൾ ഇങ്ങനെ ഉറച്ചു നോക്കിയിട്ട് മുക്കായിരുന്നു. ഞാൻ മുക്കായിരുന്നത് ഞങ്ങളുടെ മുഖത്തോട്ട് എന്നിട്ട് നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും തേ. അതുകൊണ്ട് അത് ഞാൻ ആ താളം ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി. അപ്പൊ അതേ കറക്റ്റ് എങ്ങനെ താളം മനസ്സിലാക്കി കേട്ടോ. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും 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 നിന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും. പക്ഷെ അതിന്റെ താളത്തിനുള്ള ഒരു തുള്ളലുണ്ട്. ഉണ്ട്. അത് താളം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയിക്കണം. നിന്ന് കൊട്ടണ സ്ഥലത്ത് കംപ്ലീറ്റ് ഉറുമ്പ്. അപ്പൊ കൊട്ട നിർത്തി കഴിഞ്ഞാൽ കമ്പറ്റിക്കാർ തല്ലും. ഇവിടെ ഉറുമ്പും കൂടി നിന്ന് കൊട്ടാനും പറ്റില്ല. അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് മൂവ് ചെയ്ത് അങ്ങോട്ട് കൊട്ടി. അതെങ്ങനെയാണ്? ഓക്കെ, ഇവിടെ ഉറുമ്പാണേ. കൊട്ടിക്കൊണ്ടിരിക്കണേ. ഉറുമ്പ്. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരും നായകനാക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നായകൻ ഞാൻ. ഇത്രയും നേരം അവർക്ക് ഷൈജു ഞാൻ വെറുതെ ഇരിക്കും. അല്ല, ചേട്ടൻ ഞാനാണ് ആദ്യം വന്നത്. ഞാനാണ് നായകൻ. ഞാനാണ് പെർഫോമൻസ് ഈ ശശിനെ കൊണ്ടുവന്ന ഞാനാണ്. ഞാൻ നായകനാവും. ചേട്ടൻ നിർത്തി പറയട്ടെ. ഇവൻ നായകൻ, താൻ എന്റെ അസിസ്റ്റന്റ്. അതെന്ത് പരിപാടിയാണ്? അപ്പൊ ഞാൻ നായകൻ. പക്ഷെ വേറൊരു കാര്യം, നായകോട് വന്ന നായകോ ഇവിടെ വന്ന വേറൊരു കാര്യം പറയാ, ചേട്ടനോട് കൂടി കേൾക്കണം. അതായത് സ്റ്റണ്ടിന് പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പൊ മോന്റെ ഡ്യൂപ്പിനെ ഒന്നും വെക്കണ പ്രശ്നമില്ല. അംഗവൈകല്യമൊക്കെ സംഭവിച്ചെന്നിരിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ അത് അഭിനയിക്കും. എന്ത് സംഭവിച്ചാലും അഭിനയിക്കും. അഭിനയിക്കും. അസിസ്റ്റന്റ്, റൈറ്റ് ഷോൾഡർ ആക്ഷൻ. പൊളിക്കണോ? റൈറ്റ് ഷോൾഡർ. അവൻ എന്ത് സംഭവിച്ചാലും അവൻ രൂപ പോകുന്ന പറഞ്ഞത്. ആരാ മോനെ ദിനേശ് പളിത്തരം ചെയ്ത നീയാ? ഇതാരും ചെയ്താലും ഇതെല്ലാം പെറുക്കി കെട്ടി ഫോളിലെത്തിക്കണം. ഫോളി എന്റെ തറവാടാത്. നീ പോടാ മോനെ ദിനേശ്. ആക്ഷൻ. റൈറ്റ് ലെഗ്. വലത്തെ കാലടോ. വലത്തെ കാലോ. വേണ്ടാന്നോ? മമ്മൂട്ടിയായി ഒരു തെരുമുറിൽ നിന്ന് കച്ചിത്താമ്പലം വരെ എംപിച്ചോടത്തിന്റെ കാവൽ മമ്മൂട്ടി. ഓക്കെ, എടോ വാരി പുറത്തോണ്ട് പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് റൈറ്റ് ഷോൾഡർ പറഞ്ഞപ്പോ മോഹൻലാല് പോയ സ്ഥിതിക്ക് എന്നെ നായകനായിട്ട് എടുക്കണം. അല്ല, ഇവൻ റൈറ്റ് ഷോൾഡർ പോയപ്പോ മോഹൻലാൽ, റൈറ്റ് ലെഗ് പോയപ്പോ മമ്മൂട്ടി, ഇത് പോയി അവരെത്തി. എടോ, ഭാവരസ താളങ്ങൾ മുഖത്തല്ലേ വിളയാടുന്നത്. അപ്പൊ ഞാൻ നായകനായ പടത്തിൽ രവി ഇൻ സിംഗപ്പൂർ ടൈറ്റിൽ അണ്ണക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നോ, കണ്ണിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നോ, അന്തിക്കടവത്തെ അമ്പിളി കൊമ്പിൽ കന്നിക്കുയിലായി നീ പാറി തുള്ളി
വെള്ളിത്തുര തള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മാറി മാനായി മാറി. ഇത് എറണാകുളത്തിനടുത്തുള്ള കോട്ടയമെന്ന കൊച്ചു ഗ്രാമം. ഇവിടെ നിന്നും സുമാർ 30 കിലോമീറ്റർ അകലെയാണ് നാടിനെ നടുക്കിയ ആ ദാരുണമായ ദുരന്തം നടന്ന കുമാരന്റെ വീട്. ഏകദേശം 10-30 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നൊരു കുടുംബമാണ് കുമാരേട്ടൻ്റെ കുടുംബവും കുമാരേട്ടനും. ഇതുവരെ യാതൊരു കാരണവശാലും ഈ നാട്ടിലോ വേറെ എങ്ങും ഒരു വഴക്കിനോ വക്കാവേലിക്കോ പോകാത്തൊരാളാണ് കുമാരേട്ടൻ. ഇത് സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് നാട്ടുകാർക്ക്. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, ഡെസ്കിൽ വെച്ചാൽ ഡിസ്കോ കളിക്കും, എളിയിലിരുത്തിയാലോ മൂത്രമൊഴിക്കും എന്ന പഴമക്കാരുടെ പഴംപുരാണം പോലെ തലയിലും തറയിലും വെക്കാതെ ഏതു നേരവും സ്വന്തം ചുമലിലേറ്റി താലോലിച്ചുകൊണ്ട് നടന്ന കുമാരൻ്റെ ആ പൊന്നോമനയെ ഇത്ര മൃഗീയമായി തട്ടിയെടുത്തത് ആര്? എല്ലാ ദിവസവും രാവിലെ ഇവിടെ പുള്ളി ചായ കുടിക്കാൻ വരുന്നതാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന അന്നും കൂടെ പുള്ളി രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ചായ കുടിക്കാൻ വരുമ്പോൾ തന്നെ ഈ തോളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൈ നീട്ടി മേടിക്കാൻ ചെന്നാൽ പോലും പുള്ളി അതൊന്നും തരത്തില്ല. അപ്പോൾ ഈ സംഭവം നടന്നാൽ പിന്നെ കുമാരൻ ചേട്ടനെന്നല്ല ഈ ഗ്രാമം വരെ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങാനാണ്? അതിനു മാത്രം കൊതുകുണ്ടിവിടെ. ആരൊക്കെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും താൻ ഓമനിച്ച തൻ്റെ പൊന്നോമനയെ കുമാരന് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞു. ദുരന്തങ്ങൾ വേട്ടയാടുന്ന സ്ഥലങ്ങളിൽ ഊണുപോലെ ആക്ഷൻ കൗൺസിലുകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സത്യസന്ധമായ ഒരു ആക്ഷൻ കൗൺസിലിനെയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത്. സംഭവം ഞാൻ കുമാരൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ വളരെ ദാരുണമായ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു കുമാരൻ ചേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് സാന്ത്വനിപ്പിക്കാനൊന്ന് തലോടാനായിട്ട് അവിടെ ആരും ഞാൻ കണ്ടില്ല. ഈ ദുരന്തം കണ്ട് നടുങ്ങി വിറച്ച് നിൽക്കുകയായിരുന്നു ഈ ജനം. അപ്പോഴും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പൈസ എടുത്ത് എൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത് 10-25 ബക്കറ്റ് വാങ്ങി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ഞാൻ എൻ്റെ പ്രവർത്തകരെ പറഞ്ഞയച്ചു. ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി, കുമാരൻ്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചെയ്തത് കുറ്റമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എൻ്റെ പെരപണി കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂർത്തിയാവാണ്ട് ഒരു 10-12 വർഷമായി ആകെ മഴയത്ത് താറുമാറായി കിടക്കുന്നു. ഈ പെരപണി ഞാൻ വീണ്ടും ഈ പ്രശ്നം കഴിഞ്ഞ ഉടനടി ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ എൻ്റെ അളിയൻ മാർബിൾ എടുക്കാനായിട്ട് അതിനുവേണ്ടി പോയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ മകന് വേണ്ടി ബാംഗ്ലൂരിൽ ഞാൻ മെഡിസിന് വേണ്ടി അയക്കാനായിട്ട് ഞാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ തിരക്കുകൾ മാറ്റിവെച്ച് ഞാൻ ഇതിനു വേണ്ടി ഓടി നടക്കുമ്പോഴും ജനങ്ങൾ എനിക്കെതിരെ പറയുന്നത് ഞാൻ ഈ ഫണ്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? പറ. ഇത് തങ്കപ്പൻ കുമാരന്റെ കൂടെ ജോലിയെടുക്കുന്ന ഏക കൂട്ടുകാരൻ. സംഭവം നടന്ന ശേഷം മുതൽ ഈ തങ്കപ്പൻ ഒളിവിലാണ്. ഈ ദാരുണ കൃത്യത്തിനു പിന്നിൽ തങ്കപ്പനായിരിക്കുമോ? സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ തമ്പക്കനിലേക്ക് തന്നെ. അവൻ എൻ്റെ കൂട്ടുകാരനൊക്കെയാണ്, ഞങ്ങൾ ഒരുമിച്ചൊക്കെ പണിക്ക് പോണത്. പക്ഷെ എന്നാലും ഞാനവന് കുറ്റമൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് അവന് ഇതുവരെ ഒരു കുട്ടിയുണ്ടായിട്ടില്ല. അവൻ പലപ്പോഴും എൻ്റെ അടുത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വിഷുവിന് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് മോളടിച്ചിരുന്നപ്പോൾ ഞാൻ അച്ചാറെടുക്കാനായിട്ട് അകത്തോട്ട് പോയി. അപ്പോൾ തട്ടിയെടുത്തിട്ട് പൊക്കളഞ്ഞ്. പിന്നെ അവസാനം നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് എനിക്ക് മേടിച്ച് തന്നത്. എന്തായാലും എന്നോട് ഈ ചതിവ് ചെയ്തല്ല. ചതിയല്ല, കൊടും ചതിയാണ് ചെയ്തത്. കാരണം ഈ ക്രൂരകൃത്യം നടന്നതിൻ്റെ തലേ ദിവസം രാത്രി 10 മണിക്ക് തങ്കപ്പനെ കുമാരന്റെ വീടിന്റെ പരിസരത്ത് കണ്ട നല്ല കുടുംബത്തിൽ പിറന്ന ചില ചെറുപ്പക്കാരുണ്ട്. രാത്രി 12 മണിക്ക് ഞങ്ങൾ ഇതിലെ നടന്നു പോകുമ്പോഴത്തേക്കേ കുമാരൻ ചേട്ടന്റെ വീടിന്റെ അടുത്ത് തങ്കപ്പൻ ചേട്ടൻ പരിങ്ങളെ ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ രാത്രി 12 മണിക്ക് എന്തിനാ കുമാരൻ ചേട്ടൻ്റെ വീടിൻ്റെ അതിലേ പോയത്? അത് ഇവൻ പറഞ്ഞേ. രാത്രി 12 മണിക്ക് നമുക്ക് ഇരുട്ടത്തെ തപ്പിത്തടഞ്ഞ് നടന്ന് പഠിക്കാന്ന് ഇവൻ പറഞ്ഞു. അതുകൊണ്ട് വന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കേണ്ട പിള്ളേരൊന്നും അല്ല. ഞങ്ങൾക്ക് വരേണ്ട ഒരാവശ്യവും ഇല്ല. എങ്ങനെ തപ്പിത്തടയാതിരിക്കും? ഇവർ പറഞ്ഞതിലും ദുരൂഹതകൾ ബാക്കി. കാരണം ദൈവം ഒരുപാട് സൗന്ദര്യം വാരിക്കോരി എറിഞ്ഞു പിടിപ്പിച്ച ഒരു സൗന്ദര്യ ധൂമതൃപ്തമാണ് കുമാരന്റെ ഭാര്യ രമണി. ഫ്രെയിം ഫയൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയുന്നു: പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും വരും. ഇത് കൃത്യം നടന്ന കുമാരന്റെ വീടിനടുത്ത് നിന്നും
2 കിലോമീറ്റർ അകലെയുള്ള മൂവാറ്റുപുഴ എന്ന തൊടുപുഴ. ഇവിടെ വെച്ചാണ് ആ നാടിനെ നടുക്കിയ മഹാദുരന്തം നടന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഭീകരതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ക്യാമറ ചലിപ്പിക്കുന്നതെന്ന്. എന്നാൽ ഒരു സത്യം തുറന്നു പറയട്ടെ, ഞങ്ങളുടെ ക്യാമറമാന് ചെറിയ ഒരു ഞൊണ്ടുണ്ട്. ഇത് കല്യാണി. ഇവരാണ് ദുരന്തം നടക്കുമ്പോൾ കുമാരനോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് കുമാരൻ ചേട്ടൻ കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അത്രയും നേരം കുമാരൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അലക്കാൻ തുടങ്ങി. കുമാരൻ ചേട്ടൻ അപ്പുറത്ത് കുളിക്കാനും പോയി. പെട്ടെന്നാണ് ഒരു അലർച്ച കേട്ടത്. അലർച്ച കേട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പൊ തന്നെ അതിലെ ഒരു കറുത്ത ചില്ലിട്ട കാർ അങ്ങോട്ട് പോടുന്നുണ്ട്. ചിലപ്പോൾ അവന്മാര് തട്ടിയെടുത്തായിരിക്കും, ഇല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും, ദൈവം. പിന്നെ ദൈവം ചോദിക്കും. ദൈവത്തിന് ഇതല്ലേ പണി? ചോദിക്കേണ്ടത് ഇവരാരുമല്ല, ഒന്ന് മുങ്ങി നിവർന്ന ആ ഞൊടിയിടയ്ക്കുള്ളിൽ ഈ ക്രൂരകൃത്യം ചെയ്തവർക്ക് കൂട്ടുനിൽക്കുന്ന ഇവിടത്തെ കാക്കി ഉടുപ്പുകൾ അണിഞ്ഞ പോൾസ്കാറാണ്. ഇത് പോലീസിലെ ചീറ്റപ്പുലി എന്നറിയപ്പെടുന്ന DIG ചിഞ്ചുമോൻ. തെളിഞ്ഞ കേസുകൾ വീണ്ടും വീണ്ടും എടുത്ത് തെളിയിപ്പിക്കുന്ന വീരൻ. ഈ റിപ്പർ കൊലപാതകത്തിന് ശേഷം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദാരുണമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഓക്കെ ഓക്കെ സാർ, ക്യാമറയിലേക്ക് നോക്കണ്ട, ഇവിടെ നോക്കിയാൽ മതി, എങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അപ്പോൾ സംഭവം നടന്ന സ്പോട്ടിൽ നിങ്ങൾ ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ ആ അറിഞ്ഞ വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ സ്പോട്ടിലെത്തി. വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഞാനും പോലീസിലെ തന്നെ പേര് കേട്ട ബ്രൂണോ എന്ന് പറയുന്ന ഞങ്ങളുടെ നായയുമായിട്ട് സ്പോട്ടിൽ ചെന്നു. സ്പോട്ടിൽ ചെന്ന ഉടനെ തന്നെ നായ ഈ സ്പോട്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്ത് ചാടുന്ന രംഗമാണ്. പ്രതി പുഴയിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവും എന്നാ ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അങ്ങനെയില്ലായിരുന്നു. സത്യത്തിൽ ഇതിനെ കുളിപ്പിക്കാറില്ലല്ലോ. ബ്രൂണോയെ കുളിപ്പിക്കാറില്ല. 7-8 മാസമായി കുളിപ്പിച്ചിട്ട്. അപ്പൊ ആ വെള്ളം കണ്ടപ്പോ അത് ആർത്തിയോടെ സന്തോഷത്തോടെ തുള്ളിക്കളിക്കണം. അപ്പൊ കുട്ടപ്പൻ പോലീസ് നമ്മുടെ കുട്ടപ്പൻ പോലീസും വെള്ളത്തിലിറങ്ങി. അപ്പൊ കുട്ടപ്പൻ പോലീസ് എന്നോട് ഒരു ചോദ്യമാണ്, സാറേ എന്തായാലും നനഞ്ഞില്ലേ, കുളിച്ചിട്ട് കയറിയാ പോരെയെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു 3-3.5-3.25 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന രംഗങ്ങൾ ഞങ്ങളും നാട്ടുകാരും ആവോളം കണ്ട് രസിച്ചു. അതിനുശേഷം ബ്രൂണോ നേരെ കരപ്പ കയറിയിട്ട് മണം പിടിച്ചിട്ടുള്ള ഓട്ടമാണ്. എങ്ങോട്ട് ഓടി? പ്രതി പോയ വഴിക്കാണ് ഓടിക്കുന്നത്. ഓടിച്ചെന്ന് നേരെ പഞ്ചായത്ത് പൈപ്പിന്റെ ചോട്ടിൽ ബ്രൂണോ നിന്നു. പൈപ്പിന്റെ ചോട്ടിലേക്ക് പ്രതി വന്ന് നിന്നത് എന്നാ ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയില്ല. അതിന്റെ തൊട്ടടുത്ത ഗട്ടറയിൽ കലങ്ങിക്കിടന്ന വെള്ളം ബ്രൂണോ ആവോളം കുടിക്കുകയാണ് ഇങ്ങനെ. ആ കലക്ക വെള്ളത്തിൽ തെളിവ് കിടപ്പുണ്ടാവും. ഇതിന് പച്ച വെള്ളം കൊടുക്കാറില്ലല്ലോ. ഈ സാധനം വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മണം പിടിച്ചിട്ട് ഒറ്റ ഓട്ട. എങ്ങോട്ട്? നേരെ ചായക്കടയിൽ. അത് കൃഷ്ണവിലാസം ചായക്കടയിൽ ചെന്നു. ചായക്കടയിൽ ചെന്നപ്പോ ഒരു അണ്ണാച്ചി, ഈ റോഡിന്റെ സൈഡിൽ കുഴിക്കുന്ന ഒരു അണ്ണാച്ചി പാവം ചോറ് തിന്നായിരുന്നു. ഈ ബ്രൂണോ എന്ത് ചെയ്ത് ചാടി ആ കസേര കയറി അണ്ണാച്ചിയെ തട്ടി മാറ്റിയിട്ട് ഈ ചോറ് ആവോളം വാരി തിന്നുന്ന ഒരു രംഗമാണ് ഞാൻ കാണാൻ. അണ്ണാച്ചിയായിരുന്നു പ്രതി? അണ്ണാച്ചൊന്നുമല്ല, സാധനത്തിന് ചോറ് കൊടുത്തിട്ട് കാലം കുറയല്ലേ. അങ്ങനെ അവസാനം ബ്രൂണോ ശക്തമായ ഒരു ഏമ്പക്കവും വിട്ടിട്ട് കിടന്നുറങ്ങുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത്. അല്ല, ഈ കേസിന്റെ തെളിവിനെ കുറിച്ച് എന്തായാലും ഞാൻ പിടിക്കും. ആരെ പിടിക്കും? ഈ ബ്രൂണോയെ ഞാൻ പിടിക്കും. ബ്രൂണോയല്ല, ഇതിന്റെ പ്രതികളെ പിടിക്കും. ബ്രൂണോയെ പിടിച്ചില്ലെങ്കിൽ ബ്രൂണോ ഓടൂലോ. അതല്ല, ഇതിന്റെ പ്രതികളെ പിടിക്കണ്ടേ? പ്രതികളെ ആരെങ്കിലും പിടിച്ചോളും, അതെനിക്കറിയേണ്ട ആവശ്യമില്ല. അല്ല, ആര് പിടിക്കും? ആരെ വിളിക്കും? നീ എന്താ? സംഭവം നടന്നതിന്റെ 8-ാം ദിവസം നേരം പുലർന്നത് നാടിനെ നടുക്കിയ ആ വാർത്ത കേട്ടാണ്. കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് 100-200 വെച്ച് പിടിച്ചു. 8 ദിവസമായി പുഴയിൽ ആരോരുമില്ലാതെ ചേതനയറ്റ് കിടന്ന കുമാരന്റെ പൊന്നോമനയെ ഒരു നോക്കു കാണാൻ കണ്ടവർ മൂക്കത്ത് വിരൽ വച്ചു. ചിലർ അടുങ്ങുമാർ ഉച്ചത്തിൽ അലമുറയിട്ടു കരഞ്ഞു. വർഷങ്ങളോളം താൻ ചുമലിലേറ്റിയ തൻ്റെ ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന തൻ്റെ പൊന്നോമന നഷ്ടപ്പെട്ട കുളിക്കടവിന് 3 മീറ്റർ അകലെ ഒരു ചുള്ളിക്കമ്പിൽ അതാ പിണഞ്ഞു കിടക്കുന്നു കുമാരന്റെ പൊന്നോമനയായ ആ കറുത്ത കരയുള്ള തോർത്തുമുണ്ട
ഫ്രെയിം ഫയൽ കേരള ജനതയെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നേർക്കാഴ്ച. നൽകാത്ത നിസ്കാര തയമ്പിനെ പടച്ചോൻ പോർക്കൂല. നിങ്ങളോട് എങ്ങനെയാണ് പടച്ചോൻ പറക്കണത്? നിങ്ങളുടെ കയ്യിലിരിപ്പതേ പോലെയല്ലേ? നീ എന്താ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ മനുഷ്യനെ? എനിക്ക് ചിന്തയില്ലെങ്കിൽ എന്താണ്? അയൽവക്കത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് എല്ലാവർക്കും നിന്നെ കുറിച്ച് നല്ല ചിന്തയാണല്ലോ. അപ്പുറത്തെ വീട്ടിലെ ബഷീറില്ലേ, ബഷീർ, അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവൻ പുറത്തേക്ക് കണ്ടിട്ടുണ്ടോ? അതിനാണ് മനുഷ്യ ഈ സ്നേഹം 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 എന്ന് പറയണത്. അതിന് സ്നേഹം എന്നല്ലടി പറയണത്, അതിനാണ് പച്ച മലയാളത്തിൽ പറയണ ഭാഷ തളർവാദോ. അതെനിക്ക് വരാത്തോണ്ടല്ലേ നിനക്ക് ഇത്ര ജൽസി. പിന്നെ മനുഷ്യനെ നമ്മളൊരു കാര്യം പറയട്ടെ. പറയാങ്ങട്. നമ്മൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്തെന്ന് സ്വപ്നം? സിനിമാ നടൻ മമ്മൂട്ടിയും മോഹൻലാലും നമ്മുടെ ഏഴവും വലവും വന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ട സ്വപ്നം. എന്റെ പടച്ചിറബിലാണ് തമ്പുരാനെ. മമ്മൂട്ടിനെ മോഹൻലാലിനെ കണ്ടത് നന്നായി. നീ വല്ല ടി ജി രബീനെ ബാൽക്കെ നായരെയൊക്കെ കണ്ടിരുന്നെങ്കിൽ തെണ്ടി പോയേനെ. മനുഷ്യ, നിങ്ങൾക്ക് സ്വർഗത്തിലും നരകത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം ഉണ്ടാന്ന്. എടി, നമ്മുടെ നിക്കാഹിന് മുമ്പ് നമുക്ക് ഈ സ്വർഗത്തിലും നരകത്തിലും തീരെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ നിക്കാഹ് കഴിഞ്ഞപ്പ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയിൽ സ്വർഗം ഇല്ല, പക്ഷെങ്കിൽ നരകം ഉണ്ട്. എങ്കിലും നമ്മളൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളി. നമ്മള് മയ്യത്തായി നമ്മള് സ്വർഗത്തിലും നിങ്ങൾ നരകത്തിലും പോവേണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചവനോട് നന്ദി പറയും, നന്ദി. എങ്കിലും നിങ്ങൾ സ്വർഗത്തിലും നമ്മൾ നരകത്തിലാണ് പോണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പയും നമ്മൾ പഠിച്ചവനോട് നന്ദി പറയും, നന്ദി. നന്ദി പറയല്ല, എങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ ഞാൻ പഠിച്ചവരാൻ നോക്കൂല, നല്ല കണ്ണു പൊട്ടണ ചീത്ത വിളിക്കും. അങ്ങനെ ആമിന, നീ ഇപ്പൊ നമ്മളോട് കുറെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളാണ് ആദ്യം മയ്യത്തായി പോണെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളാണ് മയ്യത്താവണമെങ്കിൽ ശേഷിച്ച കാലം കല്യാണമൊന്നും കഴിക്കാതെ എന്റെ അനിയത്തി സോറാന്റെ കൂടെ ഞാൻ അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കും. അതൊക്കെ പോട്ടെ, നമ്മളാണ് ആദ്യം മയ്യത്താവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ എങ്ങനെ അങ്ങോട്ട് ചെയ്യും. ശേഷിച്ച കാലം വേറെ കല്യാണം ഒന്നും കഴിക്കാതെ നിന്റെ അനിയത്തി സുഹറാന്റെ കൂടെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും. കത്തൂരി തൈലമിട്ട് മുടിനിലുക്കി നമ്മുടെ ഉസ്താദ് നമ്മളെ കാണാൻ വരാനുണ്ടല്ലോ, നമ്മുടെ ഉസ്താദ് നമ്മളെ കാണാൻ വരാനുണ്ടല്ലോ. തരികട അല്ല, ഇന്ന് നിങ്ങൾ വലിയ സന്തോഷത്തിലല്ല. എന്താണ് കാര്യം? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം ഉണ്ടെന്ന് ആധാരം ആർക്കെങ്കിലും എടുത്ത് കൊടുത്താൽ മതിയോ? നമുക്ക് നീ മിണ്ടാണ്ടിരിക്കുക. അതല്ല, നമ്മുടെ ഉസ്താദ് വരണു. എടി, നമ്മളെ പഠിപ്പിച്ച് വളർത്തി ഇന്നത്തെ നിലയിലാക്കി നമ്മുടെ ഉസ്താദ് ഇന്നിങ്ങോട്ട് പറയണ്. എന്നാ എനിക്ക് ആ പകയിനൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്ത് കാര്യത്തിന്? നിങ്ങളെ ഈ നിലയിലാക്കിയ മനസ്സിനെ കണ്ടിട്ട് എനിക്ക് 4 വർത്താനം പറയാന്ന്. എടി, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ആരാണ്? ഈ ഉസ്താദ് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ചങ്കങ്ങൾ പറിച്ചു കൊടുക്കും. അത് മാത്രമല്ല മനുഷ്യന് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. എടി, ഉസ്താദിന് എന്തൊക്കെയാണ് ഇഷ്ടം എന്നറിയോ? എന്തൊക്കെയാണ്? ഉസ്താദ് ആളൊരു ഭക്ഷണപ്രിയനാണ്. പുള്ളിക്ക് ഇതേ കോഴി, താറാവ്, കരിമീന്, ചെമ്മീൻ, പിന്നെ കൊഞ്ചും. ഇത്രയൊക്കെ തീറ്റി നിന്നിട്ട് അവസാനം എന്റെ അടുത്ത് വന്ന കൊഞ്ചൊന്ന കൊല്ലുന്ന. എടി, ആ കൊഞ്ചല്ല, തിന്നണ കൊഞ്ച്. അതാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് ഉസ്താദിന് കഴിക്കാനുള്ള സാമഗ്രികൾ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വന്നിട്ട് വരണേന് മുമ്പ് ഉസ്താദ് പറയണെങ്കിൽ ഉസ്താദ് എന്ത് ചോദിച്ചാലും നീ എടുത്ത് കൊടുത്തേക്കണം. ഉറപ്പാണല്ല? അപ്പൊ നമ്മൾ പോണേണ്. ഉസ്താദ് ഭന്നട പോലെ ഇറങ്ങി വീരാനെ, വീരാനെ ഉസ്താദ് വന്നിരിക്കുന്ന ഇറങ്ങിക്കൊണ്ട് വരീത്. വീരാനെ, ഓനില്ലേ ഇവിടെ? വേണ്ട മീന, എവിടെ ബീരാന? എവിടെ പുറത്ത് പോയിക്കണേ? അതെന്ത് തോന്നാച്ചാണ് ഈ പറയുന്നത്? എന്റെ രാവിലെ ഇവിടെ വരണമെന്ന് പറഞ്ഞല്ലേ? ഉസ്താദ് വരണമെന്ന് പറഞ്ഞില്ലല്ലേ? അപ്പൊ ഉസ്താദ് വിവരം പറഞ്ഞില്ലേ? എന്ത് വിവരം? പീരാനിക്കൊക്കെ പിരാന്തളകേക്കാണ്. ഇതെന്തു അച്ഛാണ് പറയുന്നത്? ഇന്നലെ കൂടെ കണ്ടവര് പിരാന്ത് പിടിച്ചു. അള്ളാനാണ് സത്യം, ഓന് പിരാന്താണ്. പിരാന്ത്, മുഴുത്ത പിരാന്ത്. പഠിച്ചോനെ ശരിക്കും പറയാടാ, പിരാന്ത് പിടിച്ച പിരാന്താണെന്നേ. ഓനിപ്പോ എവിടെ? അതെ, സാധാരണ പോലത്തെ പിരാന്തല്ല. പിന്നെ ഈ പിരാന്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? കാലത്ത് ഈ രീതിയിലുള്ള ഒരു അലക്കയായി തോൻ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് കാണുന്നവരെ നോക്കി തലക്ക് നോക്കി അടിച്ച് താഴെ ഇടലാണ് പുള്ളിക്കാരന്റെ ഹോബി. പേടിയുണ്ട്. ഓനിപ്പോ എവിടെയുണ്ടെന്നോ? ഒലിക്കായിട്ട് പോയേക്കാണെന്ന്. പഠിച്ചോനെ ഒരു കാര്യം ചെയ്യരുത്.
അമീന ഞാനിവിടെ വന്നിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല, ഉസ്താദിനെ ഒട്ട് കണ്ടിട്ടുമില്ല. അല്ല ഉസ്താദ് അങ്ങനെ പോലെ ഉസ്താദ് ഒന്നുമില്ല, എനിക്ക് ചായ വേണ്ട, ഒന്നും വേണ്ട, 2 ചായ എന്റെ പേര് നിങ്ങൾ കുടിച്ചോളൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദ് കേറിയിരിക്കട്ടെ. എന്റെ ആമിന, എന്റെ തടിയാണ് എനിക്ക് വലുത്, കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം ആമിന. ഓൻ വരുമ്പോ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞത് പടച്ചോനെ. ഒരു കൊട്ട പൊന്നും. ആമിന, ഉസ്താദ് വന്നായിരുന്നോ? ഉസ്താദ് വരെയും ചെയ്ത് വന്നവന് പോവുകയും ചെയ്ത്. എന്തെന്ന്? ഉസ്താദ് വന്നിട്ട് പോയിന്ന്. നമ്മുടെ ചങ്കായി ഉസ്താദ് വന്നിട്ട് നമ്മളെ കാണാണ്ട് പോയാ? എന്നിട്ട് ഉസ്താദ് വന്നിട്ട് വല്ലതും ചോദിച്ചാ? ഇവിടുത്തെ ഒലക്ക കൊടുക്കോന്ന് ചോദിച്ചേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നമ്മള് പറഞ്ഞു ഇവിടെ ഒരു ഒലക്കുള്ളൂ, നമ്മള് തരൂലെന്ന് പറഞ്ഞു. നമ്മുടെ ചങ്കായി നമ്മുടെ പൊന്നോമനയായി ഉസ്താദ് വന്ന് ഒലക്കി വെച്ചിട്ട് നീ കൊടുത്തില്ലേ? കള്ള ഹിമാറേ, എവിടെ ഇവിടെ ഞാൻ? എടി ഒലക്കെവിടെ? എടി അന്നെ കൊല്ലാനല്ല, ആ ഉസ്താദിനെ ഓടിക്കൊണ്ടുപോയി ഒലക്ക കൊടുക്കാനാണ്. ഒലക്ക എവിടെ? ഉസ്താദേ, ഇന്ന ഉസ്താദേ, ഉസ്താദിന്റെ ഒലക്ക എന്നിട്ട് നിനക്ക് നമ്മളെ തല്ലിക്കൊല്ലാനല്ലേ ഹിമാറേ? ഒന്ന് നിക്കന്റെ ഉസ്താദേ. അല്ലോ ഭ്രാന്തൻ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി നമ്മള് രക്ഷിക്കണേ ഉസ്താദെ. ഓടന്റെ ഉസ്താദ്, ഈ ഒലക്ക കൊണ്ട് പോകണ്ട ഉസ്താദേ. ചേട്ടാ നിക്കേട്ടാ, ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടേട്ടാ. ചേട്ടാ എന്നെ പോലെ പതിവ്രതയും അതിസുന്ദരിയും സത്യസന്ധയുമായ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടിയ ഒരാൾ ഇങ്ങനെ പെരുമാറില്ല ചേട്ടാ. ഈശ്വരാ, കല്യാണം കഴിഞ്ഞ് 30 വർഷം എങ്ങനെ കടന്നുപോയല്ലേട്ടാ? അയ്യോ, ഞാനൊരു കുറ്റവാളിയായിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലാണെങ്കിൽ 2 ജീവപര്യന്തം കഴിഞ്ഞ് ഇപ്പൊ സ്വതന്ത്രനായനെ. ശരി ചേട്ടാ, എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചേട്ടാ ഇങ്ങനെ വെളുക്ക ചിരിച്ചപ്പോ 2 കോന്ത്രം പല്ല് വെളിയിലോട്ട് തന്നെയൊക്കെ വെച്ചോണ്ടിരുന്നു. പക്ഷേ എനിക്ക് അതിനുശേഷം ചിരിക്കേണ്ടി വന്നിട്ടേ ഇല്ല കല്യാണത്തിന് ശേഷം. അതുകൊണ്ട് എന്റെ വൃത്തിയുടെ ആരും കണ്ടിട്ടില്ല. ശരി, അത് പോട്ടേട്ടാ. ചേട്ടാ കല്യാണം കഴിഞ്ഞേ ഞാൻ ഇറങ്ങിയിട്ടേ, ശരി തൊടുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ചേട്ടാ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എനിക്ക് പോലെ സില്ലി ആയിട്ട് തോന്നുന്നു. നീ അന്ന് കരഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇതാ 30 വർഷവും ദിവസവും കരയുന്ന ഒരുത്താണ് ഞാൻ. അത് പോട്ടെ ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ലക്ഷപ്രഭു ആയില്ലേ എന്നെ കല്യാണം കഴിച്ച ശേഷം? അത് നേരാ, പക്ഷെ കല്യാണത്തിന് മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു. ചേട്ടാ എന്നെ പോലെ സുന്ദരിയും പതിവ്രതയുമായ ഒരു സ്ത്രീയെ വൈഫായിട്ട് കിട്ടിയിരിക്കുകയാണ്. നോക്കാൻ ഈ വെഡിങ് റിംഗ് എന്നും ഞാൻ കണ്ണിൽ ഇങ്ങനെ വെച്ച് ആലോചിച്ചു. അയ്യോ, നീ അത് വെച്ച് ആലോചിക്കും. നിന്റെ വെഡിങ് റിംഗിനെ കുറിച്ചല്ല നീ ആലോചിക്കുന്നത്, കല്യാണം കഴിച്ചതിന് ശേഷമുള്ള സഫറിങ്ങിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, ഓക്കെ, ഇതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ വരച്ച വര ഞാൻ തെറ്റിയിട്ടുണ്ടോ? തെറ്റിയിട്ടില്ല, പക്ഷെ വരയ്ക്കുന്നത് എവിടെയാണ് നീ തീരുമാനിക്കും. അത് പിന്നെ ഒരു ഭാര്യയുടെ കടമയല്ലേ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പോട്ടേട്ടാ, നമ്മൾ കൂട്ട ഒരു കൈതായിട്ടാ അങ്ങനെ തൊട്ടല്ല, കൈ മാത്രം. ഓക്കെ, ഇന്ന് 30ാമത്തെ വർഷം നമ്മൾ രണ്ടുപേരും ഇത്രയും നാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുന്ന ദിവസം. അതിനെങ്കിലും ചേട്ടൻ സന്തോഷിച്ചൂടെ? അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിച്ചോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 30ാം വിവാഹ വാർഷികത്തിന് നമ്മൾ ഇതുവരെ ചെയ്ത രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേട്ടന്റെ പെട്ടി ഞാൻ തുറക്കും, എന്റെ പെട്ടി ചേട്ടനും. ശരി, ഞാൻ തുറക്കാം. ഇവിടെ ആരുമില്ലേ? ചേട്ടാ, ചേച്ചി, ഞാൻ അറിഞ്ഞു 30ാമത് വാർഷികം ആഘോഷിക്കുകയാണല്ലേ. കുപ്പിയൊക്കെ ഉണ്ടാകുമല്ലോ. കുപ്പിയില്ല. അയ്യോ, പിന്നെ എന്താ ആഘോഷം? ഇത് ഒരു പുതിയ രീതിയിലുള്ള ആഘോഷമാണ്. അതെങ്ങനെ? അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷമായി. അതെ, ഇന്ന് 30ാം വർഷം ആഘോഷിക്കുകയാണ്. അതെ. അപ്പൊ ആദ്യ രാത്രിയില് നീ ഉദ്ദേശിച്ചൊന്നുമല്ല, ആദ്യ രാത്രിയിൽ ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തു. എന്ത് പ്രതിജ്ഞ? ഒരു ദൃഢപ്രതിജ്ഞ. എന്ത്? അതായത് 30 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരും എഴുതി രഹസ്യമായിട്ട് സൂക്ഷിക്കണം. 30ാം വാർഷികത്തിന്റെ മാത്രമേ തുറക്കത്തുള്ളൂ. അനിയൻ വന്ന കറക്റ്റ് ഞങ്ങൾക്ക് ഒരു സാക്ഷിയായി. അതെ, അപ്പൊ ഈ 30 വർഷം നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് പരസ്പരം അറിഞ്ഞിട്ടില്ല. ആര് തെറ്റ് ചെയ്യാനാ? പെട്ടിയിലേക്ക് തുടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്ത ചെറിയ കുറ്റങ്ങളില്ലേ വീട്ടുകാരെ, അത് എഴുതി വെച്ചിട്ട് അത് എന്തായാലും തുറക്കാൻ സമയത്ത് താൻ കൂടെ വന്ന് എന്തായാലും 30ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വന്നില്ല. അപ്പൊ നിങ്ങളെ ചെറിയ ചെറിയ തെറ്റുകളും കൂടി കേട്ടിട്ട് പോകാം. അതെ, ആദ്യമേ ചേട്ടന്റെ ചെറിയ ചെറിയ തെറ്റുകൾ തന്നെ നമുക്കൊന്ന് അതാണ്. ഈ 4 പേപ്പർ ചെയ്ത തെറ്റേ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അയ്യോടാ, ഒന്ന് വായിക്കും ചേട്ടന്റെ തെറ്റുകളൊക്കെ ഒന്ന് കേട്ടോ. അനിയാ കേട്ടോ കേട്ടോ. ആദ്യത്തത് ഇന്ന് എനിക്ക് കമ്പനിയിൽ നിന്നും മെമ്മോ കിട്ടി.
അങ്ങനെ സത്യഭാമ അറിയാതെ ഇതുവരെ എനിക്ക് കിട്ടിയ മെമ്മോ 16 ആയി. 16 മെമ്മോ മേടിച്ചല്ലേ? എന്തൊരു മെമ്മോ മേടിക്കലാണിത്? രണ്ടാമത് സത്യഭാമ അറിയാതെ ഞാൻ ബാറിൽ കയറി അടിച്ച കള്ളിന്റെ കണക്ക് ഇതുവരെ 3,30,000 ആയി. എന്നിട്ടാണ് ആ 30-ാം വാർഷികത്തിൽ കുപ്പി ഇല്ലാന്ന് പറഞ്ഞത്. അയ്യോ, എനിക്ക് സഹിക്കുന്നില്ല. വായിക്ക്. അടുത്തത് ഇത് ഞാൻ സഹിക്കൂല. സത്യഭാമ അറിയാതെ ഇന്ന് ഞാൻ ഷക്കീലയുടെ സിനിമ ഏത് സിനിമക്കാണ് പോയത്? അല്ല, ഒന്നും രണ്ടും അല്ല, നീ കൊറേ എഴുതിയിരിക്കുന്നു. അയ്യോ എന്റെ പൊന്ന് ചേച്ചി, ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഷക്കീലയുടെ പടമൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ആ നടീനെ ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാർ കൊടുക്കുന്നതല്ലേ, അതിനൊന്നും വല്ല തെറ്റില്ലെന്നേ. തെറ്റു തന്നെയാണ്. എന്നെ പോലെ പതിവൃതയും പരിശുദ്ധയായ ഒരു പെണ്ണിനെ കൂടെ ജീവിച്ചിട്ട്. എന്നാ അടുത്തത് ഞാൻ കേട്ടോ. കരയില്ലേ, കേട്ടിട്ട് വേണ്ട ചേട്ടാ, ചെയ്തില്ലേ? എന്താണ് വായിച്ചങ്ങനെ നോക്കട്ടെ. സത്യഭാമ അറിയാതെ കഴിഞ്ഞ ആഴ്ച അയൽവക്കത്തോട്ട് രമണീയമായി ബെസ്റ്റ് ടീമാണ് കേട്ടാ. അതാണ് കഴിഞ്ഞ ആഴ്ച രമണിനെ ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞത്. എന്തൊരു മനുഷ്യനാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇങ്ങനെ നോക്കിക്കേ, അയൽവക്കത്ത് രമണി സദ്യക്കെണ്ടെങ്കിൽ വിളിച്ചാൽ വന്നിട്ട് ആരെയൊക്കെ കൊണ്ടുപോകാൻ ഒരു കാര്യമില്ല. എന്നെ കുറിച്ച് ആലോചിച്ച് എന്നെ പോലെ പതിവൃതയായ സ്ത്രീ സഹിക്കൂല. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ 30 വർഷത്തിനിടയ്ക്ക് ആകെപ്പാടെ അയൽവക്കത്തുള്ള ഒരു രമണിനല്ലേ സിനിമക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ 10 പണത്തിനെ കൊണ്ടുപോകും. അത് പോട്ടെ. ഇനി ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ നമുക്ക് പൊട്ടിക്കാം. അതെ, പൊട്ടിക്കാം. 30 വർഷം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അറിയാതിരി. കൈവാക്കി നീ കഥ മാറിപ്പോ. എനിക്ക് മനസ്സിലാവുന്നില്ല, 4 കോഴി മുട്ട അടിയത് ഇതായിട്ടാ ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ വെറുതെ പറ്റി കോഴി എടുത്തിട്ട മുട്ട ഇരിക്കും. അങ്ങനെയുള്ള ദോഷമൊന്നും ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ഞാൻ. അതല്ല, ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പം അതിന്റെ തെറ്റെന്ന് വെച്ചാല് നിന്നോട് വന്നാ പിന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറയത്തില്ലേ, അതായത് ചേട്ടനെ ഞാൻ വഞ്ചിക്കുമ്പോഴും. അതെ, ഒരു ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുന്നത് അനാശാസ്യം. അതെ, അത് അത് എന്നിട്ട് പറയട്ടെ ചേച്ചി. ഓർമ്മയ്ക്ക് വേണ്ടി ഈ 4 മുട്ട ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചതാണ്. അതെങ്ങനെയാണ് 4 മുട്ടയും അനാശാസ്യമായിട്ട് ബന്ധം? അല്ല, 4 പ്രാവശ്യം വഞ്ചിച്ചാടി. അയ്യോ, ഞാൻ എന്താണ് കേൾക്കുന്നത്? സഹിച്ചില്ലേ രമണിയെ? ഭർത്താവ് ഭാര്യ വഞ്ചിച്ചത് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞേക്ക്. ഭർത്താവായി കേട്ടനാ വഞ്ചിച്ചപ്പോ ഒരു പ്രാവശ്യം ഇട്ടപ്പോ ഒരു മുട്ട ഇട്ടു. അങ്ങനെ ഒരു 30 വർഷം കൂടി 4 മുട്ടയില്ലേ? 30 വർഷം കൂടി 4 പ്രാവശ്യം ചതിച്ചുള്ളു. അത് കണ്ട് സഹിക്കും. ശരിയാണ്, ഇത് ആഗോളവൽക്കരണത്തിന്റെ കാലമല്ലേ? അതെ. അപ്പൊ 30 വർഷത്തില് 4 മുട്ട ആകുമ്പോ ഒരു 7 വർഷത്തിൽ ഒരു മുട്ട. 7 വർഷത്തിൽ ഒരു മുട്ട. അപ്പൊ 7 × 4 = 28. അതെ, അത്രേ ഉള്ളൂ. 4 പ്രാവശ്യം വഞ്ചിച്ചിട്ടുള്ളൂ. എടാ, ഞാൻ നല്ല നായനാണ്, നല്ല ഭർത്താവുണ്ട് ആണല്ലേ. ഞാനിത് സഹിക്കുന്നുണ്ട്. ഞാനിത് സഹിക്കുന്നു, ഞാൻ പുറകുന്നു. 30-ാം വാർഷികം തല്ലി പിരിഞ്ഞില്ല. എന്തായാലും മുട്ടയുടെ കർഷകർ കുഴപ്പമില്ല. 4 മുട്ട കേട്ടോ. ഇതെന്തോ അടി, ഇതിനകത്ത് കുറെ രൂപകൾ, ഏതാണ്ട് 5 ലക്ഷം രൂപ ഉണ്ടല്ലോ. രൂപ 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അതെങ്ങനെ വന്നടി? അതായത് ചേട്ടാ, ഞാൻ ഓരോ 12 മുട്ട ഓരോ ഡസൻ ആവുമ്പോ വിൽക്കും. പെട്ടിയില്ല. ഇനി നമുക്ക് ധ്യാനം അങ്ങോട്ട് മതിയാക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്യുക. ഏകപാദായേ സുഷിരാന്തസ്തേ, ദ്വിപാദായേ സുഷിരാന്തസ്തേ, കേറ്റം ടൈറ്റം. ഇതാണ് കളസാസനം. കളസാസനോ? അതെന്താ ആസനോ സ്വാമി? കളസം എങ്ങനെ ഇടാമെന്ന് ആസനത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് കളസാസനം. ആഹാ, എന്നിട്ട് സ്വാമി എന്താ ചെയ്യാത്തത്? നമ്മൾക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതെന്നാ? നമ്മളിത് ഉപയോഗിക്കാറില്ല. സ്വാമി, നമ്മുടെ ഗുരു എന്താ എത്ര നേരമായിട്ട് വരാത്തെ?
അല്ല കുരു. രാവിലെ എനിക്ക് ഗുരു ആവരുതേ. ശിഷ്യന്മാരെ, ഗുരുവേ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമുക്ക് മെയ്വഴക്കത്തെ കുറിച്ച് പഠിക്കാം. റെഡി? 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. എന്താ ഇത്? അയ്യോ, അറിയില്ലേ? ഈ സ്വാമിയുടെ ശരീരം ചൂടായ അപ്പ ചുഴലി വരും. ദൈവമേ, അറിയാതെ പറ്റിപ്പോയത്. ഒന്ന് തളർത്തി നിർത്ത്, ശരീരം തണുപ്പിക്കാൻ. ശിഷ്യന്മാരെ, ഇങ്ങനെ ഞാൻ തന്ന എക്സസൈസുകൾ നിങ്ങൾ കാണിച്ചാൽ നമ്മുടെ വയറുകൾ അകത്തെ കൊട്ടി നല്ല മൃദുത്വമുള്ള ശരീരമായി മാറും. ഈ എക്സസൈസുകൾ ഞാൻ 150ഓളം പ്രാവശ്യം ചെയ്യും. നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് കതച്ചു പോയി. പക്ഷെ ഞങ്ങളുടെ വയറൊക്കെ ഒട്ടിയിട്ടുണ്ട് പ്രഭു. അങ്ങയുടെ വയറ് മാത്രം ഇപ്പോഴും വീർത്ത് വരുന്നു. ഒരു സംശയം ഗുരു, ചോദിച്ചോളൂ. ഈ വയറ് പുറത്തേക്ക് ചാടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ വീട് വയറ് ചെയ്യുമ്പോൾ ആ വയറ് ഭിത്തിയിൽ വളരെ വൃത്തിയായിട്ട് ആണി അടിച്ചു വെക്കുക, അല്ലെങ്കിൽ വയറ് പുറത്തേക്ക് ചാടിപ്പോരും. അയ്യോ, ആ വയറിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ വയറ് ചാടാതിരിക്കാൻ എനിക്കറിയാം. ഈ വയറ് ചാടാതെ നീ നോക്കിയാൽ മതി. ഗുരു, ഈ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരു? അതറിയില്ലേ? ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യായെ സന്യാബി കഴിഞ്ഞു വരുന്നതാണ് സന്യാസി. നമ്മുടെ ഗുരുവിനെ സമ്മതിക്കണം. ഈ സന്യാസിമാർ എപ്പോഴും വലിയ ബ്രഹ്മചാരികളായിരിക്കണം. എന്റെ അച്ഛനാരാണ്? അത് ശരി, ഗുരുവിന്റെ അച്ഛനാരാണെന്ന് ഗുരുവിന് അറിയില്ലേ? എടാ, എന്റെ അച്ഛൻ വലിയൊരു ബ്രഹ്മചാരിയായിരുന്നു. എന്റെ അച്ഛന്റെ അച്ഛനാരാണ്? ആരാണ്? പിടികിട്ടാത്ത ഒരു ബ്രഹ്മചാരിയല്ലേ? അതെല്ലാം പോട്ടെ, ഈ ഞാനാരാണ്? ബില്ലിക്കോട്ട ഒരു ബ്രഹ്മചാരിയല്ലേ? ഒന്ന് പോ ഗുരു, ഒന്നും നുണ പറയാതെ. എന്നിട്ടാണ് ഗുരു കല്യാണം കഴിച്ച് ഗുരുവിന് 2 മക്കളുണ്ടല്ലോ. എടാ, ബ്രഹ്മചാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ബ്രഹ്മചാരികളല്ലേ? എടാ, എന്റെ ബ്രഹ്മചാര്യം പാരമ്പര്യമായിട്ട് നീട്ടാൻ പറ്റിട്ട് എനിക്കും വേണ്ടടാ 2 ബ്രഹ്മം കുഞ്ഞുങ്ങളെ. ഞാനിവിടെ ഗുരുവിനെ വിളിച്ചാടാവേ. സ്വാമിയെ, അതായത് ഈ ആശ്രമത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ഈ ആശ്രമത്തിൽ നിങ്ങൾ 4 എണ്ണം ഒഴികെ ബാക്കി എല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. സ്വാമി, ഈ ആശ്രമ പരിസരത്തെ ഞാൻ വീടി വലിച്ചാൽ പിഴയാകുമോ? ശിഷ്യ, ഈ ആശ്രമ പരിസരത്ത് നീ വീടി വലിച്ചാലും ഇല്ലെങ്കിലും നീ പിഴ തന്നെയാടാ, പിഴ. അതിന്റെ അർത്ഥം എന്താണ് ഗുരു? എനിക്കങ്ങ് അറിയാൻ പാടില്ല. ആട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചുകൊള്ളൂ. ഗുരു, എനിക്കൊരു സംശയം. എന്തിനാടാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? അയ്യോ, ഗുരുവിനല്ല. ഗുരുവിന്റെ വീട്ടിൽ നല്ല വെളുത്തു തുടുത്ത നല്ല ചുരുണ്ട മുടിയുള്ള ഒരു പെണ്ണിരിക്കുന്നു. അതേതാ? അതാണോ നിന്റെ സംശയം? വേലി തന്നെ വിളവ് തിന്നടാ. ഗുരുവേ, എനിക്ക് മറ്റൊരു സംശയം. എന്നെയാണോ? അല്ലാന്നേ, ഗുരുവിന്റെ വീട്ടിൽ തന്നെ കറുത്ത് മെലിഞ്ഞ് പല്ലൊക്കെ പൊത്തിയ ഒരു വൃത്തിയായിട്ട പെണ്ണുണ്ടല്ലോ, അത് ഏതാണ് ഗുരു? അതാണ് എന്റെ പെണ്ണുമുള്ള. വെറുതെ അല്ല ഗുരു സന്യാസിയായി പോയത്. ഇത് പറയുമ്പോ എനിക്കൊരു തത്വമാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഒരു ദിവസം ഒരു കോഴിമുട്ട എടുത്ത് മുകളിലേക്ക് ഇട്ടു. അത് താഴെ വീണു, പൊട്ടിയില്ല. വീണ്ടും ആ മുട്ട എടുത്തു, ഞാൻ മുകളിലേക്ക് ഇട്ടു, താഴെ വീണു, പൊട്ടിയില്ല. വീണ്ടും ആ മുട്ട എടുത്ത് ഞാൻ മുകളിലേക്ക് ഇട്ടു, താഴെ വീണു, പൊട്ടി. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരു കാര്യം മനസ്സിലാക്കി ഗുരു. പറയൂ. ആദ്യത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, പൊട്ടിയില്ല, അത് ഗുരുവിന്റെ ഭാഗ്യം. രണ്ടാമത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, പൊട്ടിയില്ല, അത് ഗുരുവിന്റെ ആത്മവിശ്വാസം. മൂന്നാമത്തെ ദിവസം മുകളിലേക്ക് ഇട്ടു, അത് പൊട്ടി, അത് ഗുരുവിന്റെ അഹങ്കാരം. താറാവ് മുമ്പിൽ പോണു, അതിന്റെ പുറകെ വേറെ താറാവ്, അതിന്റെ പുറകെ വേറെ താറാവ്. അപ്പൊ ഈ മുമ്പിൽ പോണ താറാവ് എന്തെന്നാ പറയണത്? എന്റെ ശിഷ്യന്മാരെയൊക്കെ സമ്മതിക്കണം. ശിഷ്യന്മാരെ, ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഉന്നം പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു? ഉന്നം പഠിക്കുന്നു. എന്റെ കയ്യിലുള്ള ഈ ഡോക്ക് കൊണ്ട്. ഗൈഡോക്കല്ല, കൈത്തോക്ക്. അതുകൊണ്ട് നമ്മൾ ഉന്നം പഠിക്കുകയാണ്. മനസ്സിലായി. ഗുരു ഗുരു ഗുരു, ദേ നമ്മുടെ അഭ്യാസങ്ങൾ ഒരുത്തൻ ഒളിച്ചു നിന്ന് കാണുന്നു. ദേ അവിടെ. ബോയ്സ്, അറ്റാക്ക്! അവനെ പൊക്കിക്കൊണ്ടുവരൂ.
എടാ വിടാ ഞാൻ പറഞ്ഞത്. പുല്ല് വിടാ. ഇവനാണ് അവൻ. ആരെയാ നീ? സ്വാമി ദ്രോണാചാര്യ ജി, ദ സെന്റർ ഫോർ ഭാരതീയ കൾച്ചർ, എക്കണോമിക് ആൻഡ് വേദിക്. തേങ്ങാക്കൊല, മാങ്ങാത്തൊരു, മണ്ണാങ്കട്ട. A saint can be a rascal, but a rascal can never be a saint. പിന്നെ അതൊക്കെ ഇന്നലെ കഴിച്ചതല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഒരു സന്യാസിക്ക് തെമ്മാടിയാവാം, പക്ഷെ ഒരിക്കലും ഒരു തെമ്മാടിക്ക് സന്യാസിയാവാൻ പറ്റില്ലെന്ന്. കണ്ണി മേര മാർക്കറ്റിലും സെക്രട്ടേറിയറ്റിന്റെ പിന്നിലും 1.5 അണയ്ക്ക് കഞ്ചാവ് വിറ്റിടുന്ന ചരിത്രം ഉണ്ടല്ലോ തനിക്ക്. അത് തെളിയിച്ചിട്ട് ഈ ഏകലവ്യൻ മടങ്ങോ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അല്ല, ഈ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ഐ ആം ഏകലവ്യൻ, കമ്മിങ് ഫ്രം ദിസ് ആശ്രമം. അതെ, ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം. പറയൂ. അങ്ങാണ് എന്റെ ഗുരു. അതെ, അങ്ങ് ഈ ആശ്രമത്തിൽ ഇവരെ പഠിപ്പിക്കുന്നത് മുഴുവൻ അവിടെയുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് കണ്ടും കേട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങയുടെ വൃത്തികെട്ട കോലം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിലിരുന്ന് ഞാൻ അഭ്യസിക്കാറുണ്ട് ഗുരു. അത് ഗുരു മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഗുരുവിനൊരു ഗുരുദക്ഷിണ തന്നാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഗുരുദക്ഷിണ? അതെ. എത്ര ദിവസമായി പട്ടണിക്ക് ഇരിക്കട്ടെ. തന്നോളൂ. അതുകൊണ്ട് അങ്ങ് പറ, എന്ത് വേണം ഗുരുദക്ഷിണയായിട്ട്? എന്ത് വേണം ഗുരുദക്ഷിണോ? ഒരു സെക്കൻഡ്. പറയൂ. എനിക്കൊരു ഗുരുദക്ഷിണ വേണം. ഗുരുദക്ഷിണ അങ്ങേക്ക് എന്ത് വേണം? ഞാൻ പറയാം. നീ കാഞ്ചി വലിക്കുന്ന ചൂണ്ടാണി വിരൽ എനിക്ക് വേണം. എന്താണ് വിരൽ? മനസ്സിലായില്ലേ? ഇല്ല. നീ കാഞ്ചി വലിക്കുന്ന ചൂണ്ടാണി വിരൽ എനിക്ക് വേണോന്ന്. മനസ്സിലായില്ല. എടാ, നീ കാഞ്ചി വലിക്കണ ഈ ചൂണ്ടാണി വിരലുണ്ടല്ല, അതെനിക്ക് വേണോന്ന്. ഈ വിരല് വേണം, അത്രേ ഉള്ളൂ. എന്നാ എന്നോടാ കളി. എത്ര നേരമായി ഞാൻ പുറകെന്ന് നിനക്ക് എന്നെ കണ്ടോ ഒന്ന് മിണ്ടി കൂടാടാ. എടാ, ഇങ്ങനെയാണോടാ മനുഷ്യർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ? ചേട്ടൻ ഞാനല്ലേ വിളിച്ചത്. എടാ, നമ്മൾ എങ്ങനെ ആരെങ്കിലും കണ്ട ഒഴിഞ്ഞു മാറി പോണെന്ന് എന്തെങ്കിലും നിനക്ക് സംസാരിച്ച് നിന്റെ നാക്കിന്ന് മുത്ത് പൊഴിഞ്ഞു പോകുക. ഉള്ള വാദി പ്രതിയായ എന്റെ നാക്കൊന്ന് ഇട്ടിക്കേ. ആ നാക്കുണ്ടല്ലോ, പിന്നെ നിനക്കൊന്ന് മുണ്ടിയാലെന്താ? ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ എനിക്കൊരു പെണ്ണ് കാണിച്ചു തരാന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് ചേട്ടൻ ഇപ്പോഴല്ലേ പന്തണത്? എടാ, എന്റെ പേരെന്തെന്നാ? മൂന്നാൻ എന്നാണല്ലോ. അതെ. ഈ മൂന്നാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഇവിടെ നിന്ന് മുങ്ങി കഴിഞ്ഞാൽ 3-ന്റെ അന്ന് കഴിഞ്ഞ് ഇവിടെ പൊങ്ങുള്ളൂ. ഇന്ന് 3-ന്റെ അന്നാണ്, അതെ അതെ, അല്ലാണ്ട് 4-ന്റെ അന്നല്ലല്ലോ. അല്ല 3-ന്റെ അന്ന്. അതാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് നമ്മൾ എന്തും ചെയ്യുള്ളൂ. എടാ, നീ കഴിഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ല? പോയിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നല്ല സെറ്റപ്പ് ഫാമിലി ആണോ? ഞാൻ അപ്പൊ തന്നെ പെണ്ണിന്റെ അച്ഛനോട് പറഞ്ഞു, സ്ത്രീധനമായിട്ട് 50 ലക്ഷം രൂപയും 50 പവനും ഒരു മാരുതി കാറും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? പുള്ളി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞു. നീ ഒഴിവാക്കി കൊടുത്തല്ല. എന്ത്? ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പെണ്ണിനെ ഒഴിവാക്കി തരാം, എന്നാലും ഈ 3 കൂട്ടം എന്റെ അമ്മച്ചിയാണ് ഞാൻ ഒഴിവാക്കി തരൂല എന്ന് പറഞ്ഞു. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പെണ്ണിന് വേണം. നിനക്ക് പറ്റിയൊരു പെണ്ണുണ്ട് കോന്തുരുത്തിയില്. കുഴപ്പമില്ല. 30 പവനും 30,000 രൂപയും കിട്ടും. 30 പവനും 30,000 രൂപ? കൊള്ളാല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണത്? പെണ്ണിന് ഒരു 30 വയസ്സെങ്കിലും ഉണ്ടാവും. അയ്യോ, 30 വയസ്സ് നടക്കൂലേ? നിക്ക് ഞാൻ പറയട്ടെ, വേറൊരു കേസുണ്ട്. 50 പവനും 50,000 രൂപയും കിട്ടുന്ന ഒരു പെണ്ണുണ്ട്. അതെല്ലേ? 50 പവനും 50,000 രൂപ. കുഴപ്പമില്ല പറ. അതിനുണ്ടൊരു ചെറിയ പ്രശ്നം. അതെന്താണ്? പെണ്ണിന് ഒരു 50 വയസ്സുണ്ടാവും. ചേട്ടൻ ഇതൊന്നും നടക്കണ കേസല്ല. ചേട്ടനൊരു പണി, 90 വയസ്സ് പറ്റിയ ഒരു പെണ്ണുണ്ടാന്ന് നോക്കി. അതെന്തിനാടാ? അതാവുമ്പോ 90 പവനും 90,000 രൂപ എനിക്ക് കിട്ടുമല്ലോ. എന്ത് പണിയായിട്ട് കാണിച്ചു? എന്ത് പണി? എന്റെ ചേട്ടൻ ഒരു പെണ്ണ് കൊണ്ടുവന്നിട്ട് എന്ത് പെണ്ണിനെ ചേട്ടൻ കൊണ്ടുവന്നു? നിന്റെ ചേട്ടൻ നല്ല ഭംഗിയുള്ള പെൺകൊച്ചിനെ കൊണ്ട് കൊടുത്തില്ലേ? നിലവിളക്കൊരു പെണ്ണെ കൊണ്ടുവരാന്നുള്ള ചേട്ടൻ പറഞ്ഞത്. അതെ. എന്നിട്ട് ഇപ്പൊ അതൊരുമാതിരി കരുത്ത് പെടച്ചിങ്ങിരിക്കുന്നു. എടാ, ആ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കത്തി നിൽക്കുന്ന നിലവിളക്ക് പോലെ ആയിരുന്നു. നിന്റെ വീട്ടിൽ വന്ന് കയറിപ്പോ വിളക്ക് കെട്ടുപോയി കരിന്തിരി പോലെ. അതിനിപ്പോ എന്നെ കുറ്റം പണ്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ. എന്റെ നീ ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അത് ഞങ്ങളുടെ സ്റ്റാറ്റസിനും കൂടെ ഒത്തായിരിക്കണം. കാരണം കുറ്റിക്കിട്ടാൻ അടിക്കും ഞാൻ. എടാ, നിന്റെ ഞാൻ ക്ലീറ്റസിന് വേണമെങ്കിൽ ഒരു പെണ്ണ് കൊടുക്കാം. അത് സ്റ്റാറ്റസിനും കൂടി വേണമെന്ന് പറഞ്ഞാൽ കിറിപൊത്തിയാൻ അടിക്കും. ചേട്ടാ, അത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കുടുംബത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും പറ്റിയ ഒരു പെണ്ണ് വേണമെന്നാ പറഞ്ഞത്. അതെങ്ങനെ മലയാളത്തിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാവും, അല്ലാതെ നീ ഹിന്ദി പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല മനസ്സിലാവുക. ചേട്ടനെ കാണാൻ വന്ന കാര്യമുണ്ട്. എന്താണ്? എനിക്കൊരു പെണ്ണ് വേണം. ആ പെണ്ണ് നമ്മുടെ കസ്റ്റഡി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി കാണിച്ച പോലത്തെ പെണ്ണാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്ത് കാണിച്ചത്? നല്ല കിളി പോലത്തെ പെണ്ണാന്ന് പറഞ്ഞിട്ടോ അവിടെ മോന്ത ഒരുമാതിരി മൂങ്ങ പോലെ ഇരുന്നു. വൃത്തികെട്ടവനെ. എടാ, മൂങ്ങ എന്ന് പറഞ്ഞ കിളി അല്ലേ?
ശരി മക്കളെ ശരി മക്കളെ ഞാൻ ഇവിടെ ഇരിക്കും എന്നെ കാണാൻ തന്നെ വന്നത്. താനിന്ന് ഇവിടെ കല്യാണത്തിന് വരുന്നു, ഈ കല്യാണം നടത്താൻ താനാന്ന് എനിക്ക് അറിയാം. അല്ല എന്താ കാര്യം എന്താ? 3 മാസമായി നിന്നെ ഞാൻ തപ്പി നടക്കണം. കാര്യം എന്താന്ന് പറയണോ? ഇവിടെ താൻ എന്റെ പെങ്ങൾക്ക് എന്ത് ചെറുക്കനോട് കൊണ്ട് തന്നിട്ട്? തന്റെ പെങ്ങൾക്ക് നല്ല മണിമണി പോലത്തെ ചെക്കനെ കൊണ്ട് നിങ്ങൾ തന്നില്ലേ? മണിമണി പോലത്തെ ചെക്കൻ. പിന്നെ എന്തോ കെട്ടിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? 10-15 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഒരു പൊട്ട ഓട്ടോറിക്ഷയിലാണ് ഉള്ളത്. എടോ നീ ആ ഓട്ടോറിക്ഷയുടെ നമ്പർ നോക്കി 10-15 അതല്ലേ ഞാൻ പറഞ്ഞോളൂ. അതെ, അത് ഞാൻ നുണ പറഞ്ഞു ഇതുവരെ ഒരു കല്യാണം നടത്തിയിട്ടില്ല. നുണ പറഞ്ഞ് നടത്തിയിട്ടില്ല അല്ലേ? പിന്നെന്താ താൻ പറഞ്ഞ ചെറുക്കന്റെ പേരിൽ ഒരു സിമന്റ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് സിമന്റ്? ഒരു തീപ്പട്ടി മേടിക്കാൻ പൈസ ഉണ്ടോ? ആ ചെക്കന്റെ പേരെന്താ? ശങ്കർ. ശങ്കർ എന്ന് പറഞ്ഞ സിമന്റ് കമ്പനി ഉണ്ടാ? ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ നുണയാണ് പറഞ്ഞത്. അപ്പൊ നുണയല്ല പറഞ്ഞത്. ഞാൻ ഇതുവരെ നുണയും നുണക്കും പറഞ്ഞ് കല്യാണം നടത്തിയിട്ടില്ല. താൻ എനിക്ക് കെട്ടിച്ചു തന്നല്ലോ ഒരു ഭദ്രകാളിനെ. അതെന്ത് പെണ്ണാണോ? എടോ അവള് സുമുഖി സൽസ്വഭാവി നല്ല പെൺകുട്ടി. സുമുഖി സൽസ്വഭാവി നല്ല പെൺകുട്ടി. താനൊന്ന് കേക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴല്ല വീടിന്റെ മുമ്പിൽ വന്ന വാതിൽക്ക് ഒരു ചെരുപ്പ് കിടക്കുന്നു. ചെരുപ്പാണ് കുഴപ്പം? ചെരുപ്പല്ല, ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ പതിയെ അകത്ത് കയറിയപ്പോ എന്റെ ഞാൻ 10,000-2,500 രൂപ വില കൊടുത്ത് മേടിച്ച ഒരു സോഫയില് അവളും തൊട്ടപ്പുറത്തെ വീട്ടിലെ ശശിയും കൂടി ഇരുന്ന് എന്തോ സ്വകാര്യം പറയാ. അവള് കല്യാണത്തിന് മുമ്പ് അങ്ങനെ കുഴപ്പമൊന്നും കല്യാണത്തിന് കുഴപ്പമുണ്ടായില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വന്ന് നീ ഓർക്കണം, 10,000-2,500 രൂപ വിലയുള്ള സോഫ ഞാൻ ഇൻസ്റ്റാൾമെന്റിന് മേടിച്ച ഒരു സോഫ കമ്പനിയിൽ ഇവര് രണ്ടുപേരും ഇരുന്ന് വർത്താനം പറയാ. ഞാൻ മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് അല്ലേ, പക്ഷെ 3-4 മണിക്കൂർ ഇരുന്ന വർത്താനം പറയണത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഒന്നും മിണ്ടില്ല. അന്ന് അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന്. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ പണി കഴിഞ്ഞ് വരുമ്പോ വീണ്ടും 2 ചെരുപ്പ് എടുക്കണം. ചതിയല്ലേ കാണിക്കുന്നത്? ചതിയാണെന്നാ. ഞാൻ അകത്ത് കയറിയപ്പോ അതേ സോഫയിൽ, നീ ഒന്ന് ഓർക്കണം, ഞാൻ 10,000-2,500 രൂപ വില കൊടുത്ത് മേടിച്ച സോഫയിൽ അവർ രണ്ടുപേരും ഇരുന്ന് വീണ്ടും എന്തോ വർത്താനം പറയില്ലേ. എന്ത് ചിരി കളി. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ അന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം എന്ന് ഓർക്കണം, ഞാൻ വന്ന് കയറിയപ്പോ ഇതുപോലെ വീണ്ടും ചെരുപ്പ് എടുക്കുക. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ അകത്ത് കയറിയപ്പോ എന്താ ഇതേ സോഫ കമ്പനിയിൽ രണ്ടുപേരും ഇരുന്ന് വർത്താനവും ചിരിയും കളിയും. ഇനി എനിക്ക് സഹിക്കാൻ പറ്റും? സഹിക്കാൻ പറ്റില്ല. നീ പറ. സഹിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ടല്ലോ, ഒരു ഉഗ്രം വെട്ടുകത്തി ഉണ്ടായിരുന്നു. എടുത്തോണ്ടൊക്കെ വന്നിട്ട് കണ്ടും കൊണ്ടും വെട്ടി. അവളെ വെട്ടിയാ? അവളെ അല്ല. പിന്നെ അവനെ വെട്ടിയാ? അവനെ അല്ല. പിന്നെ എന്നെ വെട്ടിയത്? സോഫ കമ്പട്ട് വെട്ടിയ തവിട് പൊടിയെ കളഞ്ഞല്ലേ. അയ്യോ, ഹണിമൂൺ ഉണ്ടെന്നേ. തീരുമാനിച്ചോ? ഹണിമൂൺ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. എവിടേക്കാ? അപ്പൊ 10,000 രൂപയാണ് ഞാൻ അതിനു വേണ്ടി ബഡ്ജറ്റ് ഇട്ടേക്കണത്. 10,000 രൂപ ഹണിമൂണോ? കാശിന് ഇത്തിരി ടൈറ്റ് ഉണ്ട്. എങ്കിലും മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, മദ്രാസ്, കൊടൈക്കനാല് 5 സ്ഥലം പോകണമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കാശിന്റെ ടൈറ്റ് പോലും ഞാൻ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ നിർത്തിയേക്കുന്നത്. എന്ത് ടെക്നിക്ക്? ഞാൻ പറഞ്ഞുതരാം. അതായത് മൈസൂർ, ബാംഗ്ലൂർ, മദ്രാസ് ഈ 3 സ്ഥലം ഞങ്ങൾ പോകും. ഊട്ടി, കൊടൈക്കനാലും പോകൂല. ഞാൻ അവളോട് ചെറിയൊരു നുണ പറയും. അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, ഒടുക്കത്തെ തണുപ്പാണ്, ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചത്തുവെന്ന് പറയും. അങ്ങനെ ഒരു 5,000 രൂപ ഞാൻ ലാഭിക്കാന്നുള്ളൊരു പ്ലാൻ മനസ്സിൽ ഐഡിയ അല്ലേ? ഇത് എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഇവളുമായിട്ട് ഹണിമൂണിന് പോയി. ഇവളോട് ഞാൻ പറഞ്ഞു മൈസൂറെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പോയി. KSRTC കയറി ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ കാസർഗോഡ് പഠിക്കാൻ കറക്കിട്ട് ഞാൻ പറഞ്ഞതാണ് ആ കാണുന്നതാണ് മൈസൂർ എന്ന് പറഞ്ഞു. അങ്ങനെ 4,000 രൂപ ഞാൻ ലാഭിച്ചില്ലേ? 4,000 രൂപ ലാഭിച്ചു. ഇതൊക്കെ എന്റെ ഒരു ലാഭം. ഒരു 4,000 ഒരു 5,000. ഈടാ അതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യനെ കൊണ്ട് ഹണിമൂൺ പോവുകയും ചെയ്ത് 5ന്റെ പൈസ എനിക്ക് ചെലവായില്ല. 5ന്റെ പൈസ ചെലവായില്ലേ? ഈടാ 5 പൈസ എനിക്ക് ചെലവായില്ല. കൊള്ളാലടാ. എന്തായിരുന്നു, എങ്ങനെയാണ് നീ ആ ഹണിമൂൺ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നറിയാമോ? എടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഭാര്യനെ കൊണ്ട് ഞാൻ ഹണിമൂൺ പോയില്ല. തൊട്ടപ്പുറത്തെ ജോണിയുടെ കൂടെ ഞാൻ അവളെ ഹണിമൂൺ പറഞ്ഞു വിട്ടു. അവൻ 1 മാസം മൈസൂർ, ഊട്ടി, ബാംഗ്ലൂരൊക്കെ ചുറ്റി കുത്തുവാളെടുത്ത് നശിച്ച് ഇതേ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്ന്. ആടാ എന്നാടാ നിന്റെ 5 രൂപ? ആർക്ക് വേണം നിന്റെ 5 രൂപ? എന്തിനാണ് ഇങ്ങനെ കരക്കാരുടെ തല്ലുകൊള്ളുന്നത്? എന്ത് രസം? ഞാൻ ആ പെട്ടിക്കിടന്ന് 2 സിഗരറ്റ് മേടിച്ച്. എടാ ഇനി നീ സിഗരറ്റ് വലിക്കില്ലല്ലോ. വലിക്കൂല. പിന്നെ സിഗരറ്റ് മേടിച്ചപ്പോ ഇയാൾ എന്നോട് 5 രൂപ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നീ കൊടുത്ത കാശങ്ങൾ നേരത്തെ കൊടുത്താൽ നീ തല്ലുകൊള്ളേണ്ട കാര്യമുണ്ടാ? പക്ഷെ എനിക്ക് പറ്റിക്കാൻ പറ്റൂലല്ലോ. ആരെ? അവനെ പറ്റിച്ചില്ല, ചുമ്മാ തരില്ല എന്ന് പറഞ്ഞു. അത് ശരി, പറ്റിച്ചതാണല്ലേ. ഞാൻ എന്റെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് പോയതാടാ. അപ്പൊ ഇന്നാളല്ലേ നീ വേറെ പാസ്പോർട്ട് എടുത്തത്? ഇന്നാള് ഞാൻ പാസ്പോർട്ട് എടുത്ത്. പിന്നെ എന്നിട്ട് ഞാൻ ഈ പാസ്പോർട്ടും കൊണ്ട് എന്റെ വീട്ടിൽ ചെന്നിട്ട് മേശ വലിപ്പിലിട്ട് എന്റെ തലപോക്കിന് എന്റെ തള്ള പാസ്പോർട്ട് എടുത്ത് റേഷൻ കാർഡാന്നും പറഞ്ഞ് റേഷൻ കട ഇട്ട് പോയി കൊണ്ടുപോയി. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? ഇപ്പൊ എന്റെ പാസ്പോർട്ടില് അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് 10 കിലോ പച്ചരി, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് 2 ലിറ്റർ മണ്ണെണ്ണ. ഇതും കൊണ്ട് എന്നെ ആരെങ്കിലും ഗൾഫിൽ കൊണ്ടുപോവോ? ഇതും കൊണ്ട് നിന്നെ ആരും ഗൾഫിൽ കൊണ്ടുപോയില്ല. പിന്നെ വല്ല റേഷൻ കടയിലും കൊണ്ടുപോയിരുന്നു. അതാണ് പാരമ്പര്യമായിട്ട് പറ്റിക്കൽ. പാരമ്പര്യമായിട്ട് പറ്റിക്കില്ല. അതെ
ജോസ് എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല ജോസ്. ആദ്യം മേടിച്ചാൽ കൊടുക്കാൻ പഠിക്കണം. കുറെ കാലം ഞാൻ നോക്കിടക്കണം. അയ്യോ എടാ പാടേ എടാ നിന്റെ പേര് ബാബു എന്നല്ലേ? പിന്നെ നീ ജോയിയാന്ന് പറഞ്ഞെന്തിനാടാ? അവനെ പറ്റിച്ചില്ല ജോയി എന്ന് പറഞ്ഞാലും. അത് ശരി, പറ്റിച്ചിട്ടാണ് കീറ് മുഴുവൻ മേടിച്ചത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഒരു 3 ആഴ്ച തികച്ച് ജീവിക്കാൻ പറഞ്ഞേക്കാൻ. ഇതൊക്കെ എന്ത് പറ്റിക്കില്ലേ? എന്ത് പറ്റിക്കില്ല? എടാ ഇതിലും വലിയ പറ്റിക്കില്ല ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ആരെ പറ്റിച്ച്? എടാ നമ്മുടെ ഇന്ത്യൻ റെയിൽവേനെ. നീയാ? എങ്ങനെ പറ്റിക്കടാ? എടാ ഒരു ദിവസം ബോംബെക്ക് പോകാനായിട്ട് 750 രൂപ എണ്ണി കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ബോംബെക്ക് പോകേണ്ട ദിവസമായപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയപ്പോ ദേണ്ട ട്രെയിൻ വന്ന് കിടക്കുന്നു. ഞാൻ കേറിയില്ല. ഞാൻ ഒളിച്ചിരുന്ന് ട്രെയിൻ പാട്ടിന് പോയി. പറ്റിച്ചെന്നല്ലേ? ആരാ? ഇന്ത്യൻ റെയിൽവേനെ. അവര് ചമ്മി നാറി കാണും. അയ്യോ എന്നെയാണ് പറ്റിക്കാൻ. ബഷീറല്ലേ? ബഷീർ ഞാനാണ്. പത്തിരിപ്പാലത്തെ ബഷീർ ഞാനല്ല. അല്ല മോനെ, നീലുടുപ്പിട്ട മോനെ. എവിടെയാണ് സംശയമുണ്ടോ? കാഫുമല കണ്ടപ്പൂ ബഷീർ ബഷീർ കാഫുമല കണ്ട നമ്മളാണ് ബഷീർ. എടാ നിന്റെ പേര് ബാബു എന്നല്ലേ? അതെ. പിന്നെ നീ എന്തിനാ കൂടെ പേര് മാറ്റി കരക്കാരുടെ തല്ലിങ്ങനെ കൊള്ളണത്? എടാ പേര് മാറ്റി പറഞ്ഞാലെന്താ? പറ്റിച്ചില്ലേ? ഹലോ, മൂവാറ്റുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? ഞാൻ കളക്ടറാണ് സംസാരിക്കുന്നത്. അതെ, എറണാകുളം പഞ്ചായത്തിൽ എല്ലാവരെയും വെടിവെച്ച് വന്നേക്ക്. നാളെ നമുക്ക് ലോകത്തിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലാം. ഓക്കേ? മൈ ഡിയർ പ്രാന്തേഴ്സ്, ഗുഡ് മോർണിംഗ്. എനിക്ക് കിട്ടിയില്ല. എന്തെന്ന് മുമ്പേ പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഞാൻ പാത്രമായിട്ട് ചെന്നപ്പോ എന്നെ ഓടിച്ചു വിട്ടു. ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള സാധനമല്ല. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ശുഭരാത്രി. അതാ എനിക്ക് കിട്ടാഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊന്നും അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരായ നിങ്ങളെ കാണാൻ നമ്മുടെ സ്വന്തം മന്ത്രി, ഭ്രാന്തന്മാരുടെ മന്ത്രി ഇന്നിവിടെ സന്ദർശിക്കുകയാണ്. അപ്പൊ എല്ലാരും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുക. എന്തെന്ന്? അയ്യോ, ഈ ബ്രഷിന്റെ കാര്യമല്ല പറഞ്ഞത്. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ. എവിടെ? അയ്യോ എടാ, ഇതല്ല, പോയി വൃത്തിയും മെനയായിട്ട് നിൽക്കാൻ. ഇതിന്റെ കാര്യമാ പറഞ്ഞത്. ഭ്രാന്തനെ നോക്കത്തില്ല. എടാ പോയി കുളിക്കാനാണ് പറഞ്ഞത്. എനിക്ക് വെള്ളം പേടിയാ. സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. എടാ ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നു. ശരി, എവിടെയൊക്കെ പോയി? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, മലേഷ്യ. എന്റെ ദൈവമേ, ഞാൻ പോകാത്തത് കാണാത്തതുമായ സ്ഥലങ്ങളില്ല. ശരി, ഇനി എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി എനിക്ക് ഒരു സ്ഥലം കൂടി കാണണമെന്നുണ്ട്. അതെവിടെയാണ്? ഞാൻ ജയിച്ച മണ്ഡലം. അത് ശരി, അപ്പൊ അങ്ങോട്ട് മാത്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേൾഡ് ടൂർ പോയെന്ന് പറഞ്ഞല്ല, ഭാര്യയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണോ പോയത്? വേൾഡ് ടൂർ പോയപ്പോ ഭാര്യയായിട്ട് അടിച്ചു പൊളിച്ചാണ് പോയത്. സദ്യ ഉണ്ടാ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോടാ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അതെ, ഞങ്ങൾ നോക്കിട്ട് ഒന്നും കാണാനില്ലല്ലോ. ഞങ്ങൾ നോക്കിട്ട് ഒന്നും കാണാനില്ലല്ലോ. എങ്ങനെ കാണാനാ? കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഇവിടെ നോക്കിട്ട് ഒന്നും കണ്ടിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ വന്ന നിങ്ങളൊക്കെ കാണാൻ പോണ. താനല്ലേടാ പറഞ്ഞ ഇവിടുത്തെ ഭ്രാന്തന്മാർക്ക് കുറവുണ്ട്. താൻ ഡോക്ടറായ പിന്നെ എല്ലാവർക്കും അസുഖം കുറവുണ്ട്. അസുഖം കുറവുണ്ട്? എന്ത് കുറവുണ്ട്? ഇവിടുത്തെ ഭ്രാന്തന്മാർക്ക് വളരെ അസുഖം കുറവുണ്ട്. ഉദാഹരണത്തിന് ഞാനിപ്പോ കാണിച്ചില്ല. ഇവിടെ വന്ന് ഉദാഹരണത്തിന് സാറിന്റെ പേര് ഇവരോടൊന്ന് ചോദിച്ചു. പേര് ചോദിക്കാം. എടാ എന്താ നിന്റെ പേര്? തിരുവനന്തപുരം. കണ്ടാ കുറവുണ്ട്. പേര് ചോദിക്കുമ്പോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കുറവുണ്ടെന്നാ? കുറവുണ്ട്, വളരെ കുറവുണ്ട്. എടാ നിന്റെ പേരെന്താണ്? തിരുവനന്തപുരം. കണ്ട കുറവുണ്ട്. ഇവിടെ പേര് ചോദിക്കുമ്പോ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുറവുണ്ടെന്ന് പറയുന്നത്? എന്റെ പൊന്ന് സാറേ, കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവരോട് പേര് ചോദിക്കുമ്പോഴേ ഡൽഹി എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അത് കുറഞ്ഞു തിരുവനന്തപുരം വരെ എത്തിയില്ലേ? അതാ പറഞ്ഞത് അസുഖം കുറവുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒരു ഭ്രാന്തന്റെ അസുഖം മാറിയിട്ടില്ല. എന്റെ പൊന്ന് സാറേ, ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു ഭ്രാന്തൻ ഇവിടെ ഉണ്ട്. ഒരാളുടെ അസുഖം മാറിയിട്ടില്ല. ഞാൻ കേൾപ്പിച്ചു തരാം. കുമാരാ, ഇവിടെ ഉണ്ട്. ഇവിടെ കുമാരാ, ഇവിടെ വാ. മന്ത്രി സാറിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കുമാരാ, ഇപ്പൊ ഉദാഹരണത്തിന് കുമാറിന്റെ 2 ചെവിയും ഞാൻ അങ്ങോട്ട് മുറിച്ചു മാറ്റിയാണെന്ന് അല്ലല്ല, സങ്കല്പം അങ്ങോട്ട് സങ്കല്പിക്കുക. ഈ 2 ചെവിയും ഞാൻ അങ്ങോട്ട് മുറിച്ചു മാറ്റിയാൽ കുമാരൻ എന്ത് ചെയ്യും? എന്റെ ചെവി 2 മുറിച്ചു മാറ്റിയ? അതെ. അപ്പൊ ഞാന് 2 കണ്ണും കാണാതെ
തപ്പി തപ്പി നടക്കും. എന്റെ കുമാര, നിന്റെ കണ്ണല്ല മുറിച്ചു മാറ്റുന്നത്, നിന്റെ ചെവി രണ്ടും മുറിച്ചു മാറ്റിയാ നീ എന്ത് ചെയ്യും? ചെവിയാണോ? കണ്ണല്ല. അല്ലല്ലല്ല. അപ്പൊ ഞാന് രണ്ട് കണ്ണും കാണാതെ തപ്പി തപ്പി നടക്കും. എന്റെ കുമാര, നിന്റെ കണ്ണല്ല, ചെവി രണ്ടും മുറിച്ചു മാറ്റിയാ നീ എന്ത് ചെയ്യും? എന്റെ ചെവികളാണ്. അതെ അതെ അതെ. കണ്ണല്ല. അതെ അതെ. അപ്പൊ ഞാന് രണ്ട് കണ്ണും കാണാതെ തപ്പി തപ്പി നടക്കും. എടാ, നിന്റെ രണ്ട് ചെവി മുറിച്ചു മാറ്റി എങ്ങനെയാണ് കണ്ണ് കാണാതെ നടക്കണത്? ഈ ചെവി രണ്ടും മുറിച്ച് മാറ്റിയാലേ ഈ കണ്ണാടി ഞാൻ എവിടെ കൊണ്ടുപോയിക്കോടാ? എന്താണെന്നറിയാമല്ലോ, എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഏത് തന്നെയാണ്? തന്നെയല്ല, എനിക്ക് ഇതുപോലെയൊക്കെ എന്തോ അസുഖം ഉണ്ടോ എന്നൊരു ഭ്രാന്തണ്ടോന്ന് സംശയോ? തോന്നലാണ്. സാറിന് വെറുതെ തോന്നണല്ലേ? ഇവിടുത്തെ ഈ ഭ്രാന്താശുപത്രിയുടെ ഈ സിസ്റ്റം കണ്ടിട്ട് സാറിന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പിടിക്കാഞ്ഞിട്ടാണ്. തോന്നലാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. സാറിന് ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു ചെറിയ സംശയം. സംശയിക്കണ്ട, ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നും എത്രയാണ്? രണ്ടാണല്ലോ. 2 1 പോയാൽ എത്രയാണ്? 1 3 2 പോയാൽ എത്രയാണ്? 1. കറക്റ്റ് ആണല്ലോ. ഇതാണ് പറഞ്ഞത്, സാറിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, സാറിന് ഇത് എങ്ങനെയാണ് കിട്ടിയത്? അത് നിസ്സാരമല്ലേ? എങ്ങനെ? എന്നാൽ ഇത് എങ്ങനെയാണ്? അതായത് 3 കുമ്പളങ്ങേന്ന് 2 മത്തങ്ങ പോകുമ്പോഴാണല്ലോ 7 തേങ്ങ. 3 കുമ്പളങ്ങേന്ന് എങ്ങനെ 2 മത്തങ്ങ പോകുമ്പോഴാണല്ലോ 7 തേങ്ങ. എടാ ഭാസ്കര, അല്ലെങ്കിൽ മാങ്ങ. എടാ ചങ്ങലെടുത്തോ. എടാ ഭ്രാന്തൻ.